എനിക്ക് പ്രേതങ്ങളിൽ വിശ്വാസമില്ലായിരുന്നു. ഇപ്പോഴുമില്ല. അതൊക്കെ വെറും തോന്നലുകളാണ്, നമ്മുടെ മനസ്സിൻ്റെ കളികൾ. ഞാനൊരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ്. എല്ലാം ലോജിക്ക് വെച്ച് ചിന്തിക്കുന്ന ഒരാൾ. സിസ്റ്റത്തിലെ ഒരു ബഗ്, അതല്ലെങ്കിൽ ഒരു വൈറസ്, അതിനപ്പുറം എൻ്റെ ഫോണിൽ ഒന്നും സംഭവിക്കില്ല എന്ന് വിശ്വസിക്കുന്നവൻ. പക്ഷേ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നടക്കുന്ന കാര്യങ്ങൾക്ക് ഒരു ലോജിക്കുമില്ല. ഞാൻ കൊച്ചിയിലെ കാക്കനാടൊരു അപ്പാർട്ട്മെൻറ്റിലാണ് താമസം. 8ാമത്തെ നിലയിൽ. കൂടെ താമസിക്കാൻ ആരുമില്ല. രാവിലെ എഴുന്നേൽക്കുന്നു, ജോലിക്ക് പോകുന്നു, രാത്രി തിരികെ വരുന്നു. ഇതാണെൻ്റെ ദിനചര്യ. ഫോണാണെൻ്റെ ലോകം. ഉറങ്ങുന്നതിന് മുമ്പും എഴുന്നേറ്റ ഉടനെയും ഞാൻ ആദ്യം നോക്കുന്നത് ആ ചെറിയ സ്ക്രീനിലേക്കാണ്. കഴിഞ്ഞ വ്യാഴാഴ്ച ഏകദേശം രാത്രി 11 മണി കഴിഞ്ഞിരുന്നു. ഞാൻ ബെഡിൽ കിടന്ന് യൂട്യൂബ് കാണുകയായിരുന്നു. മുറിയിൽ വേറെ വെളിച്ചമൊന്നുമില്ലായിരുന്നു. പെട്ടെന്നാണ് ഫോണിൻ്റെ മുകളിൽ ആ മെസ്സേജ് വന്നത്. സ്റ്റോറേജ് സ്പേസ് റണ്ണിങ് ഔട്ട്. സം സിസ്റ്റം ഫങ്ഷൻസ് മേ നോട്ട് വർക്ക്. എനിക്ക് വല്ലാത്ത ദേഷ്യം വന്നു. ഈ 128 GB എങ്ങോട്ടാണ് പോകുന്നതെന്ന് എനിക്കറിയില്ല. കുറേ നാളായി ഫോൺ ഇത് കാണിക്കാൻ തുടങ്ങിയിട്ട്. ഇന്നെന്തായാലും കുറച്ച് ഫയലുകൾ കളയാമെന്ന് ഞാൻ തീരുമാനിച്ചു. ഞാൻ ഗാലറി ആപ്പ് തുറന്നു. പഴയ വാട്സാപ്പ് വീഡിയോകൾ, ഗുഡ് മോർണിംഗ് മെസ്സേജുകൾ, പഴയ ഓൺലൈൻ പേയ്മെൻറ്റ് സ്ക്രീൻഷോട്ടുകൾ എല്ലാം ഞാൻ ഓരോന്നായി സെലക്ട് ചെയ്ത് ഡിലീറ്റ് അടിച്ചു. അപ്പോഴാണ് ക്യാമറ ഫോൾഡർ കണ്ടത്. അതിൽ 4000-ഓളം ഫോട്ടോകളുണ്ട്. പഴയ ഫോട്ടോകൾ കളയാമെന്ന് കരുതി ഞാൻ താഴേക്ക് സ്ക്രോൾ ചെയ്തു. കഴിഞ്ഞ വർഷം ഡിസംബറിൽ പോയ ഒരു ട്രിപ്പിൻ്റെ ഫോട്ടോകൾ ഞാൻ കണ്ടു. ഇടുക്കിയിലായിരുന്നു ട്രിപ്പ്. ഞാനും എൻ്റെ 2 സുഹൃത്തുക്കളും, വിഷ്ണുവും രോഹിത്തും. ഞങ്ങളൊരു റിസോർട്ടിലെ ടെൻറ്റിലാണ് അന്ന് താമസിച്ചത്. രാത്രി ഒരു ക്യാമ്പ് ഫയർ ഉണ്ടായിരുന്നു. അന്നെടുത്ത കുറേ ഫോട്ടോകൾ അതിലുണ്ട്. മിക്കതും ഇരുട്ടാണ്. ഫ്ലാഷ് അടിക്കാതെ എടുത്തതുകൊണ്ട് വലിയ ക്ലിയർ ഇല്ല. ഞാൻ ഓരോ ഫോട്ടോയും സെലക്ട് ചെയ്യാൻ തുടങ്ങി. എന്നെ ഫോക്കസ് ചെയ്തെടുത്ത ഒരു ഫോട്ടോ ഞാൻ കണ്ടു. ഞാൻ ക്യാമ്പ് ഫയറിൻ്റെ വെളിച്ചത്തിലിരിക്കുന്നു. എൻ്റെ പുറകിൽ കൂരിരുട്ടാണ്. വലിയ മരങ്ങളുടെ നിഴലുകൾ മാത്രം കാണാം. ആ ഫോട്ടോയ്ക്ക് ഒരു ഭംഗിയുമില്ല. എൻ്റെ മുഖം പോലും വ്യക്തമല്ല. ഞാൻ അതും സെലക്ട് ചെയ്തു. ആ ട്രിപ്പിലെ ഏതാണ്ട് 50ഓളം ഫോട്ടോകൾ ഞാൻ ഡിലീറ്റ് ചെയ്തു. അത് കഴിഞ്ഞ് ഗാലറിയിലെ റീസെൻ്റ്ലി ഡിലീറ്റഡ് ഫോൾഡറിൽ പോയി അവിടെ നിന്നും ഡിലീറ്റ് ഓൾ കൊടുത്തു. 1.5 GB സ്പേസ് ഫ്രീ ആയി. എനിക്ക് ആശ്വാസം തോന്നി. ഞാൻ ഫോൺ ചാർജിലിട്ട് ഉറങ്ങാൻ കിടന്നു. അന്ന് രാത്രി നല്ല ഉറക്കം കിട്ടി. പിറ്റേന്ന് വെള്ളിയാഴ്ച. ഓഫീസിൽ വലിയ പണിയൊന്നുമില്ല. ഉച്ചയ്ക്ക് ഊണ് കഴിഞ്ഞ സമയം വിഷ്ണു എനിക്കൊരു മെസ്സേജ് അയച്ചു. അവൻ്റെ വണ്ടിയുടെ ഇൻഷുറൻസ് കോപ്പി ചോദിച്ചാണ് മെസ്സേജ്. അതെൻ്റെ ഫോണിലുണ്ട്. ഞാൻ വാട്സപ്പ് തുറന്നു. അറ്റാച്ച്മെൻ്റ് ഐക്കണമർത്തി ഗാലറി തിരഞ്ഞെടുത്തു. ഗാലറിയിൽ എപ്പോഴും ഏറ്റവും മുകളിൽ റീസെൻ്റ് ഫോട്ടോകൾ കാണിക്കും. ഞാൻ ഇൻഷുറൻസ് കോപ്പി തപ്പാൻ നോക്കി. അപ്പോഴാണ് ഞാനത് കണ്ടത്. റീസെൻ്റ് ലിസ്റ്റിൽ ഏറ്റവും ആദ്യത്തെ ഫോട്ടോ. എൻ്റെ വിരലുകൾ സ്ക്രീനിൽ നിശ്ചലമായി. അതൊരു ക്യാമ്പ് ഫയറിൻ്റെ ഫോട്ടോയാണ്. ഇടുക്കിയിലെ ട്രിപ്പിൻ്റെ ഫോട്ടോ. ഇന്നലെ രാത്രി ഞാൻ ഡിലീറ്റ് ചെയ്ത അതേ ഫോട്ടോ. എൻ്റെ മുഖം വ്യക്തമല്ലാത്ത, പുറകിൽ ഇരുട്ടും മരങ്ങളും മാത്രമുള്ള ആ പഴയ ചിത്രം. ഞാനൊന്ന് കണ്ണ് ചിമ്മി തുറന്നു. ഒന്നുകൂടി നോക്കി. അതെ, അത് തന്നെ. ഡേറ്റ് നോക്കി. ഡിസംബർ 12. ഇന്നലെ ഞാനിത് ഡിലീറ്റ് ചെയ്തതാണല്ലോ. എനിക്ക് നല്ല ഉറപ്പുണ്ട്. പിന്നെ ഇതെങ്ങനെ തിരിച്ചു വന്നു? ഞാൻ അത്ഭുതത്തോടെ ഫോണിലേക്ക് നോക്കി. പെട്ടെന്നാണ് എനിക്ക് കാര്യം മനസ്സിലായത്. ഗൂഗിൾ ഫോട്ടോസ്. ഞാനത് ഫോണുമായി സിങ്ക് ചെയ്തിട്ടുണ്ട്. ഫോണിൽ നിന്ന് ഡിലീറ്റ് ചെയ്താലും ക്ലൗഡിലുണ്ടെങ്കിൽ അത് ചിലപ്പോൾ തിരികെ ഗാലറിയിൽ കാണിക്കും. അല്ലെങ്കിൽ അതൊരു ക്യാഷ്ഡ് പ്രോബ്ലം ആയിരിക്കാം. ആൻഡ്രോയിഡിൽ ഇത്തരം ഗ്ലിച്ചുകൾ സാധാരണമാണ്. ഞാനൊരു IT കാരനാണ്. എനിക്കിതൊക്കെ അറിയാം. ഞാൻ ആ ഫോട്ടോ വീണ്ടും ഓപ്പൺ ചെയ്തു. അതേ മങ്ങിയ ചിത്രം. ഞാനത് ഡിലീറ്റ് ചെയ്തു. പിന്നെ ഗൂഗിൾ ഫോട്ടോസ് ആപ്പ് തുറന്നു. അവിടെ പോയി നോക്കി. അവിടെയും ആ ഫോട്ടോ ഉണ്ട്. അവിടെ നിന്നും ഞാനത് ഡിലീറ്റ് ചെയ്തു. ബിൻ ഫോൾഡർ കൂടി പൂർണ്ണമായും എംപ്റ്റി ആക്കി. ഇനി അത് വരില്ല. വിഷ്ണുവിന് ഇൻഷുറൻസ് കോപ്പി അയച്ചു കൊടുത്തു. ഞാൻ ഫോൺ പോക്കറ്റിലിട്ടു. ജോലിയിൽ ശ്രദ്ധിക്കാൻ തുടങ്ങി. ആ ഫോട്ടോയുടെ കാര്യം ഞാൻ അപ്പോഴേക്കും മറന്നിരുന്നു. ശനിയാഴ്ച. എനിക്ക് അവധിയാണ്. രാവിലെ എഴുന്നേൽക്കാൻ വൈകി. 9 മണിയായി. ഞാൻ ചായ ഉണ്ടാക്കാൻ അടുക്കളയിലേക്ക് പോയി. വെള്ളം തിളയ്ക്കുന്ന സമയം കൊണ്ട് ഞാൻ വെറുതെ ഫോൺ നോക്കി. ഇൻസ്റ്റഗ്രാമിൽ കുറച്ചു നേരം റീൽസ് കണ്ടു. പിന്നെ ഫോൺ സ്റ്റോറേജ് നോക്കാൻ വേണ്ടി ഗാലറി തുറന്നു. എൻ്റെ നെഞ്ചിടിപ്പ് ഒന്ന് നിന്നു.
ശ്വാസം ഉള്ളിലേക്ക് വലിക്കാൻ ഞാൻ ബുദ്ധിമുട്ടി. അത് വീണ്ടും വന്നിരിക്കുന്നു. ഗാലറിയിൽ ഏറ്റവും മുകളിൽ. ഞാൻ ഇന്നലെ ക്ലൗഡിൽ നിന്ന് പോലും കളഞ്ഞ ആ ഫോട്ടോ വീണ്ടും അവിടെ ഇരിപ്പുണ്ട്. എനിക്ക് ചെറിയൊരു അസ്വസ്ഥത തോന്നി. പേടിയല്ല, ഒരു തരം ദേഷ്യം. ഇതെന്തൊരു ശല്യമാണ്. ഫോണിനെന്തോ വലിയ കംപ്ലൈൻ്റ് ഉണ്ട്. വൈറസ് കയറിയതാകാൻ സാധ്യതയുണ്ട്. ഞാൻ ഫോട്ടോ വീണ്ടും തുറന്നു. എന്തോ വ്യത്യാസം ആ ഫോട്ടോയ്ക്ക് ഉള്ളതുപോലെ എനിക്ക് തോന്നി. ഞാൻ ഫോൺ കണ്ണിനോടടുപ്പിച്ചു. ക്യാമ്പ് ഫയർ, ഞാൻ, പുറകിലെ ഇരുട്ട്, എല്ലാം അവിടെ തന്നെയുണ്ട്. ഞാൻ ഫോട്ടോ ഒന്ന് സൂം ചെയ്തു നോക്കി. ഫോട്ടോയിലെ എൻ്റെ പുറകിലെ ഇരുട്ടിലേക്ക് ഞാൻ നോക്കി. മരങ്ങൾക്കിടയിൽ ഒരു ഇരുണ്ട രൂപമുള്ളതുപോലെ. അതൊരു മരത്തിൻ്റെ തടിയാകാം, അല്ലെങ്കിൽ വെളിച്ചം വീഴാത്ത ഒരു കുഴിയാകാം. ഒരു കറുത്ത നിഴൽ പോലെ. ഞാൻ ഇന്നലെ നോക്കിയപ്പോൾ ആ നിഴൽ അവിടെ ഉണ്ടായിരുന്നോ? എനിക്ക് ഓർമ്മയില്ല. ഞാൻ ഫോട്ടോ വലുതാക്കിയും ചെറുതാക്കിയും നോക്കി. ആ നിഴലിന് ഒരു മനുഷ്യൻ്റെ ആകൃതി ഉള്ളതുപോലെ തോന്നി. എന്താ സംബന്ധമാണ്? ഞാൻ ഉറക്കെ പറഞ്ഞു. എൻ്റെ ചിന്തകൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അതൊരു മരമാണ്, അത്രയേ വെറും ഒരു മരം. ഞാൻ ഫോണിലെ ഫയൽ മാനേജർ തുറന്നു. അതിൽ DCIM ഫോൾഡർ എടുത്തു. ആ ഫോട്ടോ ഞാൻ അതിൽ കണ്ടുപിടിച്ചു. അവിടെ നിന്നും പെർമനൻ്റായി ഡിലീറ്റ് ചെയ്തു. ക്യാഷെ മെമ്മറി മുഴുവൻ ക്ലിയർ ചെയ്തു. ഫോൺ റീസ്റ്റാർട്ട് ചെയ്തു. ഫോൺ ഓണായി വന്നപ്പോൾ ഞാൻ വീണ്ടും ഗാലറി തുറന്നു നോക്കി. ഫോട്ടോ ഇല്ല. സമാധാനമായി. അതുപോയി. സാങ്കേതികമായി അതിന് തിരിച്ചു വരാൻ ഒരു വഴിയുമില്ല. ഇൻ്റർനെറ്റ് ഓഫ് ചെയ്തു വെച്ചാൽ പിന്നെ ക്ലൗഡിൽ നിന്നും വരില്ലല്ലോ. ഞാൻ മൊബൈൽ ഡാറ്റയും വൈഫൈയും ഓഫ് ചെയ്തു. ഞാൻ ചായ കുടിച്ചുകൊണ്ട് സിനിമ കാണാനിരുന്നു. ഉച്ചയ്ക്ക് ഫുഡ് ഓർഡർ ചെയ്യാൻ വേണ്ടി ഞാൻ വീണ്ടും ഡാറ്റ ഓൺ ചെയ്തു. ഫുഡ് വന്ന് കഴിച്ചു കഴിഞ്ഞപ്പോൾ സമയം 3 മണി. ഞാൻ വെറുതെ കിടന്ന് പാട്ട് കേൾക്കുകയായിരുന്നു. ഫോണിലെ സ്ക്രീൻ ഓഫാണ്. പെട്ടെന്ന് ഫോണിൻ്റെ സ്ക്രീൻ തെളിഞ്ഞു. ഒരു നോട്ടിഫിക്കേഷൻ വന്നതാണ്. വാട്സപ്പ് മെസ്സേജ് അല്ല, സിസ്റ്റം നോട്ടിഫിക്കേഷനാണ്. ഞാൻ ഫോൺ കയ്യിലെടുത്തു. 1 ന്യൂ ഫോട്ടോ ഡിസ്കവേർഡ്. ഗാലറി ആപ്പിൽ നിന്നുള്ള നോട്ടിഫിക്കേഷനാണ്. പുതിയ ഫോട്ടോ സേവ് ആകുമ്പോൾ ചിലപ്പോൾ അങ്ങനെ കാണിക്കാറുണ്ട്. ഞാൻ നോട്ടിഫിക്കേഷൻ ബാറിൽ അമർത്തി. ഗാലറി തുറന്നു വന്നു. എൻ്റെ കൈകൾ ചെറുതായി വിറയ്ക്കാൻ തുടങ്ങി. എനിക്ക് ചുറ്റുമുള്ള വായുവിന് പെട്ടെന്ന് തണുപ്പ് കൂടിയതുപോലെ തോന്നി. ഫാനിൻ്റെ ശബ്ദം വളരെ ഉച്ചത്തിൽ കേൾക്കാൻ തുടങ്ങി. അതേ ഫോട്ടോ, അത് വീണ്ടും അവിടെയുണ്ട്. ഞാൻ ഇൻ്റർനെറ്റ് ഓഫ് ചെയ്തിരിക്കുന്ന സമയത്ത് എപ്പോഴോ ആണ് അത് ഗാലറിയിൽ സേവ് ആയിരിക്കുന്നത്. അതെങ്ങനെ സംഭവിക്കും? എവിടെ നിന്നാണത് വരുന്നത്? ആ ഫോട്ടോ ഫോണിൻ്റെ ഉള്ളിൽ തന്നെയുണ്ട്, ഏതോ ഒളിഞ്ഞിരിക്കുന്ന ഫോൾഡറിൽ. ഞാൻ വിറയ്ക്കുന്ന വിരലുകളോടെ ആ ഫോട്ടോയിൽ അമർത്തി. അത് സ്ക്രീനിൽ മുഴുവനായി തെളിഞ്ഞു വന്നു. ഞാൻ സൂം ചെയ്യാൻ ശ്രമിച്ചു. എൻ്റെ വിരലുകളിൽ വിയർപ്പുണ്ടായിരുന്നു. സ്ക്രീനിൽ അത് പറ്റിപ്പിടിച്ചു. ഞാൻ ഷർട്ട് കൊണ്ട് സ്ക്രീൻ തുടച്ചു. എന്നിട്ട് വീണ്ടും സൂം ചെയ്തു. എൻ്റെ കണ്ണുകൾ പുറകിലെ ആ ഇരുട്ടിലേക്ക് പോയി. എൻ്റെ തലച്ചോറ് മരവിക്കുന്നത് പോലെ തോന്നി. എനിക്ക് ശ്വാസം മുട്ടി. ആ നിഴൽ, ആ കറുത്ത രൂപം, അത് നേരത്തെ നിന്ന സ്ഥാനത്തല്ല ഇപ്പോൾ നിൽക്കുന്നത്. അത് മരങ്ങൾക്കിടയിൽ നിന്നും മുന്നോട്ട് വന്നിരിക്കുന്നു. നേരത്തെ ഞാൻ നോക്കിയപ്പോൾ അത് വളരെ ദൂരെയായിരുന്നു, മരങ്ങളുടെ ഒപ്പമായിരുന്നു. എന്നാൽ ഇപ്പോൾ അത് വെളിച്ചത്തിലേക്ക് അല്പം കൂടി കടന്നു വന്നിരിക്കുന്നു. ക്യാമ്പ് ഫയറിൻ്റെ വെളിച്ചം ആ കറുത്ത രൂപത്തിൽ നേരിയ തോതിൽ തട്ടുന്നുണ്ട്. അതിന് മുഖമില്ല, വെറുമൊരു കറുത്ത മാംസപിണ്ഡം പോലെ. അതൊരു മനുഷ്യനാണ്. അല്ല, മനുഷ്യൻ്റെ ആകൃതിയുള്ള എന്തോ ഒന്ന്. അത് എൻ്റെ നേർക്ക് നടന്നു വരികയാണ്. ഓരോ തവണ ഫോട്ടോ ഡിലീറ്റ് ചെയ്ത് തിരികെ വരുമ്പോഴും അതിനിലേക്ക് അടുത്തു വന്നുകൊണ്ടിരിക്കുന്നു. ഞാൻ ഫോൺ കട്ടിലിലേക്ക് എറിഞ്ഞു. എനിക്ക് പെട്ടെന്ന് എഴുന്നേറ്റ് ഓടാൻ തോന്നി. മുറിയിൽ ഞാൻ തനിച്ചാണ്. ജനലുകൾ അടച്ചിട്ടിരിക്കുകയാണ്. പകൽ വെളിച്ചം റൂമിൽ നന്നായുണ്ട്. എന്നിട്ടും എനിക്ക് ഇരുട്ട് മൂടുന്നത് പോലെ തോന്നി. ഇതെൻ്റെ തോന്നലാണ്, ഞാൻ എന്നോട് തന്നെ പറഞ്ഞു. ഫോട്ടോയിൽ ആരും അനങ്ങില്ല. അത് സാധ്യമല്ല. അതൊരു ഡിജിറ്റൽ ഇമേജ് മാത്രമാണ്. 0ഉം 1ഉം ചേർന്ന വെറും ഒരു കോഡ്. അതിന് ജീവനില്ല, അതിനനങ്ങാൻ കഴിയില്ല. ഇതെൻ്റെ മനസ്സിൻ്റെ ഭ്രമമാണ്. ഞാൻ അമിതമായി ചിന്തിക്കുന്നതാണ്. ഞാനൊരു ഗ്ലാസ് വെള്ളം കുടിച്ചു. മുഖം കഴുകി. കണ്ണാടിയിൽ എൻ്റെ മുഖം നോക്കി. വിളറിയിട്ടുണ്ട്. കണ്ണിന് താഴെ കറുപ്പ് വീണിട്ടുണ്ട്. ഉറക്കക്കുറവ് കൊണ്ടാകാം. ഞാൻ തിരികെ വന്ന് കട്ടിലിലിരുന്നു. ഫോൺ അവിടെ കിടപ്പുണ്ട്. സ്ക്രീൻ ഓഫായി കിടക്കുകയാണ്.
എനിക്ക് ആ ഫോൺ തൊടാൻ പേടിയായി. ഞാൻ അതെടുക്കാതെ അവിടെ തന്നെ ഇരുന്നു. സമയം വൈകുന്നേരം 5 മണിയായി. പുറത്ത് മഴ ചാറാൻ തുടങ്ങിയിരുന്നു. വെളിച്ചം കുറഞ്ഞു വന്നു. ഞാൻ എഴുന്നേറ്റ് ലൈറ്റ് ഇട്ടു. റൂമിലെ എല്ലാ ലൈറ്റുകളും ഞാൻ ഓൺ ചെയ്തു. എനിക്കെൻ്റെ സുഹൃത്ത് വിഷ്ണുവിനെ വിളിക്കണമെന്ന് തോന്നി. അവനോടിത് പറയണം. അവനും അന്ന് ആ ട്രിപ്പിലുണ്ടായിരുന്നല്ലോ. ഞാൻ ധൈര്യം സംഭരിച്ച് ഫോൺ എടുത്തു. സ്ക്രീൻ അൺലോക്ക് ചെയ്തു. ഗാലറി ആപ്പ് ഓപ്പണായി തന്നെ കിടക്കുകയാണ്. ആ ഫോട്ടോ സ്ക്രീനിലുണ്ട്. പെട്ടെന്നത് ക്ലോസ് ചെയ്യാൻ തോന്നി. ബാക്ക് ബട്ടൺ അമർത്തി. പക്ഷെ ഫോൺ ഹാങ് ആയിരിക്കുന്നു. ഒന്നും സംഭവിക്കുന്നില്ല. ഞാൻ സ്ക്രീനിൽ പലയിടത്തും അമർത്തി നോക്കി. ഹോം ബട്ടൺ അമർത്തി. ഒരു മാറ്റവുമില്ല. ആ ഫോട്ടോ സ്ക്രീനിൽ അങ്ങനെ തന്നെ നിൽക്കുന്നു. എൻ്റെ നോട്ടം വീണ്ടും ആ ഫോട്ടോയിലേക്ക് പോയി. എനിക്ക് നോക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. എൻ്റെ കണ്ണുകൾ ആ ഇരുട്ടിലേക്ക് തന്നെ പോയി. അത് വീണ്ടും മുന്നോട്ട് വന്നിരിക്കുന്നു. ഇത്തവണ എനിക്ക് വ്യക്തമായി കാണാം. അത് തീർത്തും വെളിച്ചത്തിലേക്ക് വന്നിരിക്കുന്നു. അത് ഫോട്ടോയിലിരിക്കുന്ന എൻ്റെ തൊട്ടു പിന്നിലായി നിൽക്കുകയാണ്. എനിക്കും അതിനും ഇടയിൽ വെറും കുറച്ച് ദൂരം മാത്രം. അതിന് കൈകളുണ്ട്. നീളമുള്ള താഴേക്ക് തൂങ്ങിക്കിടക്കുന്ന കൈകൾ. മുഖമുള്ള ഭാഗത്ത് ഇരുട്ട് മാത്രമാണ്. 2 കണ്ണുകൾ ഇരിക്കേണ്ട സ്ഥാനത്ത് ചെറിയ കുഴികൾ പോലെ എനിക്ക് തോന്നി. അത് എന്നെ തന്നെയാണ് നോക്കുന്നത്. ഫോട്ടോയിലിരിക്കുന്ന എന്നെയല്ല, ഫോണിന് വെളിയിലിരിക്കുന്ന എന്നെ. അത് സ്ക്രീനിലൂടെ എന്നെ തുറിച്ചു നോക്കുകയാണ്. എൻ്റെ കൈകളിൽ നിന്നും ഫോൺ താഴേക്ക് വീണു. ടൈൽസിൽ വീണ് വലിയ ശബ്ദം കേട്ടു. ഫോണിൻ്റെ സ്ക്രീൻ പൊട്ടിയിട്ടുണ്ടാകും. ഞാനതെടുക്കാൻ ശ്രമിച്ചില്ല. പകരം ഞാൻ കട്ടിലിൻ്റെ ഒരറ്റത്തേക്ക് മാറിയിരുന്നു. എൻ്റെ ശരീരം വിറയ്ക്കുന്നുണ്ടായിരുന്നു. തണുപ്പ് കാരണമല്ല, ഉള്ളിൽ നിന്നുള്ള ഭയം മൂലം. ഞാൻ ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത ഒരു തരം മരവിപ്പ്. ഇത് സാങ്കേതിക തകരാറല്ല, വൈറസ് അല്ല. ഇതിനൊരു ലോജിക്കുമില്ല. എൻ്റെ ഫോണിൽ ഡിലീറ്റ് ആകാത്ത ഒരു ഫോട്ടോ ഉണ്ട്. അതിൽ ഞാൻ ഡിലീറ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു രൂപവുമുണ്ട്. ആ രൂപം ഓരോ തവണയും എൻ്റെ അടുത്തേക്ക് വരികയാണ്. ഇനി ആ ഫോട്ടോ ഒന്നുകൂടി തുറന്നാൽ അതെവിടെയായിരിക്കും നിൽക്കുക? തറയിലേക്ക് വീണ ഫോണിലേക്ക് നോക്കി ഞാൻ കുറച്ചു നേരം ഇരുന്നു. മുറിയിൽ നല്ല നിശബ്ദത. AC-യുടെ ചെറിയ മൂളൽ മാത്രം. പുറത്ത് മഴയുടെ ശക്തി കൂടിയിട്ടുണ്ട്. ജനലിൽ മഴവെള്ളം അടിക്കുന്ന ശബ്ദം കേൾക്കാം. ഞാൻ പതുക്കെ താഴേക്ക് കുനിഞ്ഞു. ഫോൺ കയ്യിലെടുത്തു. സ്ക്രീനിലൊരു വലിയ വിള്ളൽ വീണിട്ടുണ്ട്. ഗ്ലാസ് പൊട്ടിയിരിക്കുന്നു. നടുവിലൂടെ ഒരു ചിലന്തി വല പോലെ. പക്ഷേ ഡിസ്പ്ലേ ഓണാണ്. ആ ഫോട്ടോ ഇപ്പോൾ സ്ക്രീനിലില്ല. ഫോൺ ക്രാഷായി റീസ്റ്റാർട്ട് ആയതാണ്. ഹോം സ്ക്രീനാണ് ഇപ്പോൾ കാണിക്കുന്നത്. എനിക്ക് നല്ല ആശ്വാസം തോന്നി. വലിയൊരു ഭാരം ഒഴിഞ്ഞുപോയതുപോലെ. ഞാൻ ദീർഘമായി ശ്വാസം വിട്ടു. പക്ഷെ കൈകളപ്പോഴും വിറയ്ക്കുന്നുണ്ടായിരുന്നു. ഇതൊരു മാൽവെയർ ആണ്, അല്ലാതെ മറ്റൊന്നുമല്ല. വളരെ കൃത്യമായി പ്രോഗ്രാം ചെയ്ത ഒരു വൈറസ്. എൻ്റെ ഗാലറിയുടെ കൺട്രോൾ അതെടുത്തിരിക്കുന്നു. ഓരോ തവണ ഞാൻ ഓപ്പൺ ചെയ്യുമ്പോഴും അത് ആ ഫോട്ടോയുടെ വേറെ വേറെ വെർഷനുകൾ കാണിക്കുകയാണ്. ഹാക്കർമാർക്ക് ഇതൊക്കെ വളരെ നിസ്സാരമാണ്. ഞാനൊരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ്. ഞാൻ ഇതൊക്കെ വിശ്വസിച്ച് പേടിക്കുന്നത് എൻ്റെ വിഡ്ഢിത്തമാണ്. ഞാൻ എന്നെ തന്നെ സമാധാനിപ്പിച്ചു. ഈ ഫോണിന് സാധാരണ പോലെ യൂസ് ചെയ്യാൻ പറ്റില്ല. ഇതിലെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം പൂർണ്ണമായും മാറ്റണം. വെറുമൊരു ഡിലീറ്റ് പോരാ. ലാപ്ടോപ്പിൽ കണക്ട് ചെയ്ത് ഹാർഡ് വൈപ്പ് ചെയ്യണം. അതോടെ ഈ വൈറസിൻ്റെ കഥ കഴിയും. ഞാൻ എഴുന്നേറ്റ് ടേബിളിൻ്റെ അടുത്തേക്ക് പോയി. എൻ്റെ മാക്ബുക്ക് എടുത്ത് ഓൺ ചെയ്തു. Type-C കേബിൾ ഉപയോഗിച്ച് ഫോൺ ലാപ്ടോപ്പുമായി കണക്ട് ചെയ്തു. USB ഡീബഗ്ഗിംഗ് ഓണാക്കി. ലാപ്ടോപ്പിലെ സ്ക്രീനിലേക്ക് ഞാൻ നോക്കി. ടെർമിനൽ ഓപ്പൺ ചെയ്ത് കമാൻഡുകൾ ടൈപ്പ് ചെയ്യാൻ തുടങ്ങി. എൻ്റെ ലക്ഷ്യം ആ ഫോട്ടോ ഇരിക്കുന്ന ഫോൾഡറാണ്. ഫോണിൻ്റെ റൂട്ട് സ്റ്റോറേജിലേക്ക് ഞാൻ ആക്സസ് എടുത്തു. DCIM ഫോൾഡർ തുറന്നു. അതിലെ ഫയലുകളുടെ ലിസ്റ്റ് എടുത്തു. സ്ക്രീനിലെ ഫയലുകളുടെ പേരുകൾ വന്നു. അതിൽ ആ ഫോട്ടോ ഉണ്ടായിരുന്നു. IMG 2023-12-12 JPG. അതെ, അത് തന്നെ. ഞാൻ ആ ഫയലിൻ്റെ ഡീറ്റെയിൽസ് നോക്കി. എൻ്റെ നെറ്റി ചുളിഞ്ഞു. സാധാരണ ഒരു മൊബൈൽ ക്യാമറ ഫോട്ടോയ്ക്ക് 3-4 MB വലുപ്പമേ ഉണ്ടാകൂ. എന്നാൽ ഈ ഫയലിൻ്റെ വലുപ്പം 45 MB ആണ് കാണിക്കുന്നത്. ഒരു JPG ഫയലിന് ഇത്രയും വലുപ്പം വരില്ല. അതെന്തോ വലിയ ഡാറ്റ ഒളിപ്പിച്ചു വച്ചിരിക്കുന്ന ഒരു ഫയലാണ്. ഞാൻ വീണ്ടും ലിസ്റ്റ് കമാൻഡ് അടിച്ചു. ഇത്തവണ ആ ഫയലിൻ്റെ വലുപ്പം മാറിയിരിക്കുന്നു. 48 MB. ഞാൻ ഒന്നുകൂടി കമാൻഡ് റൺ ചെയ്തു. 52 MB.
എൻ്റെ തൊണ്ട വരളാൻ തുടങ്ങി. ആ ഫയൽ വളരുകയാണ്. അത് സ്വയം ഡാറ്റ ജനറേറ്റ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ എവിടെ നിന്നോ ഡൗൺലോഡ് ചെയ്യുകയാണ്. ഫോണിലെ ഇൻ്റർനെറ്റ് ഞാൻ ഓഫ് ചെയ്തതാണ്. പിന്നെങ്ങനെ? ഞാൻ ആ ഫയലിൻ്റെ ഡാറ്റ മോഡിഫൈഡ് നോക്കി. അത് ഓരോ സെക്കൻഡിലും മാറിക്കൊണ്ടിരുന്നു. എൻ്റെ ലാപ്ടോപ്പിലെ സമയവും ആ ഫയലിലെ സമയവും ഒന്നായി മാറിയിരിക്കുന്നു. അതായത് ആ ഫോട്ടോ പഴയതല്ല, അത് ഇപ്പോൾ ഈ നിമിഷം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒന്നാണ്. എനിക്ക് ദേഷ്യം വന്നു. ഞാൻ ആ ഫയൽ ലാപ്ടോപ്പിലേക്ക് കോപ്പി ചെയ്തു. അതിൻ്റെ ഹെക്സ് കോഡ് പരിശോധിക്കണം. ഇതിന് പിന്നിലെ പ്രോഗ്രാം എന്താണെന്ന് എനിക്ക് കണ്ടുപിടിക്കണം. ഫയൽ ഡെസ്ക്ടോപ്പിലേക്ക് സേവ് ആയി. ഞാൻ അറിയാതെ ആ ഫയലിൽ ഡബിൾ ക്ലിക്ക് ചെയ്തു പോയി. മാക്ബുക്കിൻ്റെ 15 ഇഞ്ച് സ്ക്രീനിൽ ആ ഫോട്ടോ തുറന്നു വന്നു, അതും ഫുൾ ബ്രൈറ്റ്നസ്സിൽ. എൻ്റെ ശ്വാസം നിന്നുപോയി. ഹൃദയമിടിപ്പ് ചെവിയിൽ കേൾക്കാമായിരുന്നു. ഫോണിലെ ചെറിയ സ്ക്രീനിൽ വിള്ളലിലൂടെ കണ്ടതിനേക്കാൾ വ്യക്തമായിരുന്നു അത്. ആ ക്യാമ്പ് ഫയർ, അതിനു മുന്നിൽ ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഞാൻ, എൻ്റെ പുറകിൽ നിൽക്കുന്ന ആ കറുത്ത രൂപം, അതിപ്പോൾ വെറുതെ നിൽക്കുകയല്ല. ലാപ്ടോപ്പിലെ ഫോട്ടോയിൽ അതിന് മാറ്റം വന്നിരുന്നു. അതിൻ്റെ വലതുകൈ അത് ഉയർത്തിയിരിക്കുന്നു. നീളമുള്ള മെലിഞ്ഞ കറുത്ത കൈ. ആ കൈകൾ ചിത്രത്തിലുള്ള എൻ്റെ വലതുതോളിൽ സ്പർശിച്ച് നിൽക്കുകയാണ്. ചിത്രത്തിൽ എനിക്ക് അതൊന്നും അറിയില്ല. ഞാൻ ക്യാമറ നോക്കി ചിരിക്കുകയാണ്. പക്ഷെ ആ രൂപം, അതിൻ്റെ മുഖമില്ലാത്ത തല, അത് നേരെ എന്നെ നോക്കുകയാണ്. സ്ക്രീനിന് വെളിയിലിരിക്കുന്ന എന്നെ, ലാപ്ടോപ്പിലേക്ക് നോക്കിയിരിക്കുന്ന യഥാർത്ഥ എന്നെ. ആ കണ്ണുകളില്ലാത്ത കുഴികൾക്ക് എന്നെ കാണാൻ കഴിയുമെന്ന് എനിക്ക് ഉറപ്പായി. പെട്ടെന്ന് എൻ്റെ വലതുതോളിൽ ഒരു കടുത്ത തണുപ്പ് അനുഭവപ്പെട്ടു. ഒരു ഐസ് കട്ട വെച്ചതുപോലെയുള്ള തണുപ്പ്, ഈർപ്പമുള്ള ഒരു തണുപ്പ്. എൻ്റെ ഷർട്ടിന് മുകളിലൂടെ എന്തോ ഒരു വലിയ കൈ എന്നെ അമർത്തിപ്പിടിച്ചിരിക്കുന്നത് പോലെ. ഞാൻ ഞെട്ടിപ്പിടഞ്ഞെഴുന്നേറ്റു. കസേര പിന്നിലേക്ക് മറിഞ്ഞു വീണു. ഞാൻ എൻ്റെ തോളിൽ അമർത്തി തടവി. അവിടെ ഒന്നുമില്ല. എൻ്റെ റൂമിൽ ഞാൻ മാത്രമേയുള്ളൂ. ഇത് സൈക്കോളജിക്കലാണ്, ഞാൻ ഉറക്കെ വിളിച്ചു പറഞ്ഞു. എൻ്റെ ശബ്ദം ആ റൂമിൽ മുഴങ്ങി. വെറും തോന്നൽ, പേടി കൊണ്ടുള്ള തോന്നൽ. ഞാൻ ലാപ്ടോപ്പ് പെട്ടെന്നടച്ചു. സ്ക്രീൻ ഓഫായപ്പോൾ എനിക്ക് ചെറിയ ആശ്വാസം തോന്നി. എനിക്ക് ഈ റൂമിൽ നിന്ന് പുറത്തു പോകണം. കുറച്ചു നേരം ആളുകളുള്ള എവിടെയെങ്കിലും നിൽക്കണം. സുഹൃത്തുക്കളെ കാണണം. ഈ 4 ചുവരുകൾക്കുള്ളിൽ നിന്നാൽ എനിക്ക് ഭ്രാന്ത് പിടിക്കും. ഞാൻ കാറിൻ്റെ താക്കോലെടുത്തു. ഫോൺ എടുക്കാൻ തോന്നിയില്ല. അതവിടെ ലാപ്ടോപ്പിൽ കണക്റ്റായി തന്നെ കിടക്കട്ടെ. ഞാൻ വാതിലിനടുത്തേക്ക് നടന്നു. ഡോറിൻ്റെ ഹാൻഡിൽ പിടിച്ച് തിരിച്ചു. വാതിൽ തുറക്കുന്നില്ല. ഞാൻ വീണ്ടും ശക്തിയായി തിരിച്ചു. ഇല്ല, അത് ലോക്കാണ്. ഞാൻ ഉള്ളിൽ നിന്നും കുറ്റിയിട്ടിരുന്നില്ല. പിന്നെങ്ങനെ ലോക്കായി? ഞാൻ താക്കോലെടുത്ത് ഹോളിലിട്ട് തിരിക്കാൻ നോക്കി. താക്കോൽ തിരിയുന്നില്ല. അതവിടെ സ്റ്റക്കായി. ആരോ പുറത്തുനിന്ന് പിടിച്ചു വച്ചിരിക്കുന്ന പോലെ. ഞാൻ വാതിലിൽ ശക്തിയായി ഇടിച്ചു. ആരെങ്കിലും ഉണ്ടോ? ഞാൻ വിളിച്ചു ചോദിച്ചു. പുറത്തുനിന്നൊരു ശബ്ദവുമില്ല. കോറിഡോറിൽ ആരുമില്ല. എൻ്റെ ഫ്ലാറ്റ് 8ാമത്തെ നിലയിലാണ്. താഴേക്ക് ചാടാൻ കഴിയില്ല. ഞാൻ ശരിക്കും ട്രാപ്പിലായി. മുറിയിലെ വെളിച്ചം കുറയുന്നതുപോലെ എനിക്ക് തോന്നി. ലൈറ്റുകൾക്ക് പവർ കുറയുന്നു. വോൾട്ടേജ് കുറയുന്നതാകാം. AC-യുടെ തണുപ്പ് അസഹനീയമായി മാറുന്നു. ഞാൻ AC ഓഫ് ചെയ്യാൻ റിമോട്ട് എടുത്തു. ഓഫ് ബട്ടൺ അമർത്തി. AC ഓഫായില്ല. പകരം അതിൻ്റെ സ്പീഡ് കൂടി. കാറ്റ് എൻ്റെ മുഖത്തേക്ക് ആഞ്ഞടിച്ചു. ഞാനിവിടെ നിന്ന് ഓടിയതുകൊണ്ട് കാര്യമില്ല എന്നെനിക്ക് തോന്നി. പ്രശ്നം ഈ മുറിയിലല്ല, ആ ഫോണിലാണ്, ആ ഫോട്ടോയിലാണ്. ഞാൻ തിരികെ ടേബിളിനടുത്തേക്ക് വന്നു. ആ ഫയൽ പൂർണ്ണമായും ഇല്ലാതാക്കണം. എന്തു വില കൊടുത്തും. ഞാൻ ടേബിളിലിരുന്ന ഫോൺ കയ്യിലെടുത്തു. കേബിൾ ഊരി മാറ്റി. എനിക്ക് ലാപ്ടോപ്പിലൂടെ ഇത് ചെയ്യാൻ പേടിയാണ്. ലാപ്ടോപ്പിലേക്കും ആ വൈറസ് കയറിയാൽ ഞാൻ തീർന്നു. ഞാൻ നേരിട്ട് ഫോണിൽ നിന്ന് തന്നെ ഫാക്ടറി റീസെറ്റ് ചെയ്യാൻ തീരുമാനിച്ചു. ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തു. എന്നിട്ട് വോളിയം ഡൗൺ ബട്ടണും പവർ ബട്ടണും ഒരുമിച്ച് അമർത്തിപ്പിടിച്ചു. കുറച്ച് സെക്കൻഡുകൾക്ക് ശേഷം ഫോൺ ഓണായി. റിക്കവറി മോഡ്. കറുത്ത സ്ക്രീനിൽ പച്ച നിറത്തിലുള്ള അക്ഷരങ്ങൾ തെളിഞ്ഞു വന്നു. ആൻഡ്രോയിഡിൻ്റെ സിസ്റ്റം മെനു. അതിൽ താഴേക്ക് സ്ക്രോൾ ചെയ്യാൻ ഞാൻ വോളിയം ബട്ടൺ ഉപയോഗിച്ചു. വൈപ്പ് ഡാറ്റ, ഫാക്ടറി റീസെറ്റ് എന്ന ഓപ്ഷനിൽ ഞാൻ നിർത്തി. ഇതമർത്തിയാൽ എൻ്റെ ഫോണിലെ സകല വിവരങ്ങളും പോകും. കോണ്ടാക്റ്റുകൾ, ബാങ്ക് ഡീറ്റെയിൽസ്, പാസ്വേഡുകൾ എല്ലാം. പക്ഷേ എനിക്കിപ്പോൾ അതൊന്നും ഒരു പ്രശ്നമല്ല. എനിക്കെൻ്റെ ജീവനാണ് വലുത്. എൻ്റെ ചിന്തകളുടെ സമനിലയാണ് വലുത്.
ഞാൻ പവർ ബട്ടണിൽ വിരൽ വെച്ചു. സ്ക്രീനിലൊരു മുന്നറിയിപ്പ് വന്നു. വൈപ്പ് ഓൾ യൂസർ ഡാറ്റ, ദിസ് കനോട്ട് ബി അൺഡൺ. അതിന് താഴെ ക്യാൻസൽ എന്നും ഫാക്ടറി ഡാറ്റ റീസെറ്റ് എന്നും 2 ഓപ്ഷനുകൾ. ഞാൻ രണ്ടാമത്തെ ഓപ്ഷനിലേക്ക് സെലക്ഷൻ മാറ്റി. എൻ്റെ വിരൽ പവർ ബട്ടണിൽ അമർന്നു. ഫോർമാറ്റിംഗ് ഡാറ്റ സ്ക്രീനിൽ താഴെയായി ചെറിയ അക്ഷരങ്ങളിൽ എഴുതി കാണിച്ചു. ഇനി തിരിച്ചു പോകാൻ കഴിയില്ല. എല്ലാം ഫോർമാറ്റ് ആവുകയാണ്. കുറച്ച് നിമിഷങ്ങൾ, അതോടെ എല്ലാം തീരും. ഞാൻ ദീർഘമായി നിശ്വസിച്ചു. ഫോൺ ടേബിളിൽ വെച്ചു. ഫോർമാറ്റ് നടക്കുന്ന സമയത്ത് സ്ക്രീൻ ഏറെക്കുറെ കറുപ്പായിരിക്കും. ചെറിയ അക്ഷരങ്ങൾ മാത്രമേ കാണൂ. ആ കറുത്ത സ്ക്രീൻ ഒരു കണ്ണാടി പോലെ പ്രവർത്തിച്ചു. മുറിയിലെ ട്യൂബ് ലൈറ്റിൻ്റെ വെളിച്ചം അതിൽ പ്രതിഫലിച്ചു. എൻ്റെ മുഖവും ആ സ്ക്രീനിൽ തെളിഞ്ഞു കാണാമായിരുന്നു. ഞാൻ എൻ്റെ പ്രതിഫലനത്തിലേക്ക് നോക്കി. കണ്ണുകൾ കുഴിഞ്ഞിട്ടുണ്ട്. മുഖത്ത് വിയർപ്പുണ്ട്. ഞാൻ എന്നെ തന്നെ നോക്കിയൊന്ന് പുഞ്ചിരിക്കാൻ ശ്രമിച്ചു. എല്ലാം കഴിഞ്ഞു എന്ന ആശ്വാസത്തിൽ. പെട്ടെന്നാണ് ഞാനത് ശ്രദ്ധിച്ചത്. ഫോണിൻ്റെ കറുത്ത സ്ക്രീനിലെ പ്രതിഫലനത്തിൽ എൻ്റെ പുറകിലായി ഒരു രൂപം. ഞാനിരിക്കുന്നത് എൻ്റെ ബെഡ്റൂമിലാണ്. എൻ്റെ പുറകിൽ കുറച്ചു മാറിയാണ് വാർഡ്രോബ് ഇരിക്കുന്നത്. ഞാനതെപ്പോഴും അടച്ചിടാറാണ് പതിവ്. എന്നാൽ ആ സ്ക്രീനിലെ പ്രതിഫലനത്തിൽ ആ വാർഡ്രോബിൻ്റെ ഒരു ഡോർ തുറന്നു കിടക്കുകയാണ്. അതിനകത്തെ കൂരിരുട്ടിൽ നിന്ന് 2 മെലിഞ്ഞ നീളമുള്ള കറുത്ത കൈകൾ പുറത്തേക്ക് നീണ്ടുവരുന്നുണ്ടായിരുന്നു. ആ കൈകൾ ലക്ഷ്യമാക്കി വരുന്നത് എൻ്റെ കഴുത്തിലേക്കാണ്. എൻ്റെ തൊണ്ടയിൽ നിന്നും ഒരു ശബ്ദവും പുറത്തു വന്നില്ല. എനിക്ക് അനങ്ങാൻ കഴിഞ്ഞില്ല. ഞാൻ സ്ക്രീനിലെ ആ കാഴ്ച നോക്കി തറഞ്ഞിരുന്നു പോയി. എൻ്റെ പുറകിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് തിരിഞ്ഞു നോക്കാനുള്ള ധൈര്യം എനിക്കുണ്ടായിരുന്നില്ല. എൻ്റെ ശ്വാസം തൊണ്ടയിൽ കുരുങ്ങി. ഫോണിലെ കറുത്ത സ്ക്രീനിലെ പ്രതിഫലനത്തിൽ ആ കൈകൾ എൻ്റെ കഴുത്തിന് തൊട്ടടുത്തായി എത്തിയിരിക്കുന്നു. ജീവൻ രക്ഷിക്കാനുള്ള ഒരു തരം സഹജാവബോധം എന്നിൽ ഉണർന്നു. എൻ്റെ ശരീരത്തിലെ മുഴുവൻ ശക്തിയുമെടുത്ത് ഞാൻ കസാരയിൽ നിന്നും മുന്നോട്ട് കുതിച്ചു. ടേബിളിൽ ഇടിച്ചുകൊണ്ട് ഞാൻ തറയിലേക്ക് വീണു. എൻ്റെ കൈമുട്ട് ടൈൽസിൽ ശക്തമായി ഇടിച്ചു. നല്ല വേദന തോന്നി. പെട്ടെന്ന് തന്നെ ഞാൻ തറയിൽ നിന്ന് തിരിഞ്ഞു നോക്കി. എൻ്റെ കണ്ണുകൾ വാർഡ്രോബിന് നേരെയായിരുന്നു. അത് അടഞ്ഞു കിടക്കുകയാണ്. ഞാൻ എപ്പോഴും അടച്ചിടുന്നത് പോലെ തന്നെ. യാതൊരു മാറ്റവുമില്ല. അവിടെ ആരുമില്ല. കറുത്ത രൂപവുമില്ല. നീണ്ട കൈകളില്ല. മുറിയിൽ പഴയതുപോലെ എൻ്റെ ശ്വാസഗതിയുടെ ശബ്ദം മാത്രം. AC-യുടെ ചെറിയ മൂളൽ ഇപ്പോഴുമുണ്ട്. വെളിച്ചത്തിന് യാതൊരു കുറവുമില്ല. ഞാൻ തറയിൽ കിടന്നു കിതച്ചു. എൻ്റെ ഹൃദയം വാരിയലുകൾ തകർത്ത് പുറത്തു വരുമെന്ന് എനിക്ക് തോന്നി. വിയർപ്പ് എൻ്റെ കണ്ണുകളിലേക്ക് ഒഴുകിയിറങ്ങി. ഹാലുസിനേഷൻ, ഞാൻ മെല്ലെ പറഞ്ഞു. അമിതമായ പേടിയും സ്ട്രെസ്സും കാരണം തലച്ചോറ് കാണിച്ചു തരുന്ന ഒരു തോന്നൽ. ഉറക്കമില്ലായ്മയുടെ ലക്ഷണമാണ്. ഇതല്ലാതെ വേറൊന്നുമല്ല. സ്ക്രീനിലെ ഒരു ചെറിയ നിഴലിനെ എൻ്റെ തലച്ചോറ് ഒരു രൂപമായി വ്യാഖ്യാനിച്ചതാണ്. ഞാൻ പതുക്കെ എഴുന്നേറ്റു. കാലുകൾക്ക് നല്ല വിറയലുണ്ടായിരുന്നു. കൈമുട്ടിൽ ചെറിയൊരു ചതവുണ്ട്. ഞാൻ വീണ്ടും കസാരയിൽ വന്നിരുന്നു. ടേബിളിലിരിക്കുന്ന ഫോണിലേക്ക് ഞാൻ നോക്കി. റീസെറ്റ് പൂർത്തിയായിരിക്കുന്നു. ഫോൺ തനിയെ റീസ്റ്റാർട്ടായി. ആൻഡ്രോയിഡിൻ്റെ ലോഗോ തെളിഞ്ഞു വന്നു. കുറച്ച് നിമിഷങ്ങൾക്ക് ശേഷം സ്ക്രീനിൽ വെളുത്ത പേജ് വന്നു. വെൽക്കം. എനിക്ക് വലിയൊരു ആശ്വാസം തോന്നി. കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകളായി അനുഭവിച്ച മാനസിക സമ്മർദ്ദം പകുതി കുറഞ്ഞതുപോലെ. ഫോൺ പുതിയതായി മാറി. ഇതിനകത്തുള്ള സകല ഡാറ്റയും പോയി. വൈറസും പോയി. ഞാൻ സെറ്റപ്പ് ചെയ്യാൻ തുടങ്ങി. ലാംഗ്വേജ് ഇംഗ്ലീഷ് തിരഞ്ഞെടുത്തു. വൈഫൈ കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ വന്നപ്പോൾ ഞാൻ സ്കിപ്പ് കൊടുത്തു. സിം കാർഡിലെ നെറ്റ്വർക്കും ഡിസേബിൾ ചെയ്തു. എനിക്കിപ്പോൾ ഇൻ്റർനെറ്റ് വേണ്ട. ഗൂഗിൾ അക്കൗണ്ട് ലോഗിൻ ചെയ്യാനും ഞാൻ നിന്നില്ല. എല്ലാം സ്കിപ്പ് ചെയ്തു. വേഗത്തിൽ ഹോം സ്ക്രീനിലെത്തണം. അതുമാത്രമായിരുന്നു എൻ്റെ ലക്ഷ്യം. അവസാനം ഫോൺ റെഡിയായി. ഹോം സ്ക്രീൻ വന്നു. ഡിഫോൾട്ടായ വാൾപേപ്പർ കണ്ടപ്പോൾ എനിക്ക് എന്തെന്നില്ലാത്ത സന്തോഷം തോന്നി. ഫാക്ടറി ഇൻസ്റ്റാൾ ചെയ്ത കുറച്ച് ആപ്പുകൾ മാത്രമേ അതിലുള്ളൂ. ഞാൻ ഗാലറി ഐക്കണിൽ അമർത്തി. നോ ഫോട്ടോസ് ഓർ വീഡിയോസ്. സ്ക്രീനിൽ അങ്ങനെ എഴുതി കാണിച്ചു. ഗാലറി പൂർണ്ണമായും ശൂന്യമാണ്. ഞാൻ ഉറക്കെ ചിരിച്ചുപോയി. ഒരുതരം ഭ്രാന്തമായ ചിരി. ഒടുവിൽ ഞാൻ ജയിച്ചു. എൻ്റെ ലോജിക്ക് ജയിച്ചു. അതൊരു നിസ്സാരമായ മാൽവെയർ ആയിരുന്നു. കുറച്ച് ബുദ്ധിമുട്ടിച്ചു. എങ്കിലും ഞാനതിനെ ഫോർമാറ്റ് ചെയ്ത് കളഞ്ഞു. ഇനി അത് വരില്ല. ഫോൺ അവിടെ തന്നെ വെച്ചു. അപ്പോഴാണ് എനിക്ക് ആ കാര്യം ഓർമ്മ വന്നത്. ലാപ്ടോപ്പ്. ഫോൺ റീസെറ്റ് ചെയ്യുന്നതിന് മുമ്പ് ആ ഫോട്ടോയുടെ ഫയൽ ഞാൻ ലാപ്ടോപ്പിലേക്ക് കോപ്പി ചെയ്തിരുന്നു.
എൻ്റെ മാക്ബുക്കിൻ്റെ ഡെസ്ക്ടോപ്പിൽ അതിപ്പോഴുമുണ്ട്. ആ ഫയലാണ് പ്രശ്നക്കാരൻ. അതെൻ്റെ ലാപ്ടോപ്പിലും ഇരിക്കാൻ പാടില്ല. അത് പെർമനൻ്റായി ഡിലീറ്റ് ചെയ്യണം. ഞാൻ മാക്ബുക്കിൻ്റെ അടച്ചുവെച്ച സ്ക്രീൻ ഉയർത്തി. സ്ലീപ്പ് മോഡിലായിരുന്ന ലാപ്ടോപ്പ് ഓണായി. ഡെസ്ക്ടോപ്പിൻ്റെ വലതുഭാഗത്തായി ആ ഫയൽ ഇരിപ്പുണ്ട്. IMG 2023-12-12 JPG. ഞാൻ ട്രാക്ക് പാഡിൽ വിരൽ വെച്ചു. കർസർ ആ ഫയലിന് മുകളിൽ കൊണ്ടുവന്നു. റൈറ്റ് ക്ലിക്ക് ചെയ്തു. മൂവ് ടു ട്രാഷ് എന്ന ഓപ്ഷനിൽ അമർത്തി. സ്ക്രീനിലൊരു ഡയലോഗ് ബോക്സ് വന്നു. ദ ഐറ്റം കനോട്ട് ബി മൂവ്ഡ് ടു ട്രാഷ് ബിക്കോസ് ഇറ്റ് ഈസ് കറൻ്റ്ലി ഇൻ യൂസ്. എനിക്ക് ദേഷ്യം വന്നു തുടങ്ങി. ഇൻ യൂസ് ആവാൻ ഞാൻ ആ ഫോട്ടോ ഇപ്പോൾ ഓപ്പൺ ചെയ്തു വെച്ചിട്ടില്ലല്ലോ. ലാപ്ടോപ്പിലെ ആക്ടിവിറ്റി മോണിറ്റർ ഞാൻ എടുത്തു നോക്കി. ബാക്ക്ഗ്രൗണ്ടിൽ സംശയകരമായി ഒരു പ്രോഗ്രാമും റൺ ചെയ്യുന്നില്ല. പിന്നെ എങ്ങനെയാണ് ആ ഫയൽ ഡിലീറ്റ് ആവാതിരിക്കുന്നത്? ഞാൻ ടെർമിനൽ തുറന്നു. കമാൻഡ് ഉപയോഗിച്ച് ഡിലീറ്റ് ചെയ്യാം. എത്ര വലിയ വൈറസ് ആണെങ്കിലും കമാൻഡ് പ്രോംപ്റ്റ് വഴി ഡിലീറ്റ് ആവും. ഞാൻ കമാൻഡ് ടൈപ്പ് ചെയ്തു. എന്നിട്ട് പാസ്വേഡ് എൻ്റർ ചെയ്തു. റിട്ടേൺ കീ അമർത്തി. പെർമിഷൻ ഡിനൈഡ്. എനിക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. സൂപ്പർ യൂസർ പെർമിഷൻ കൊടുത്തിട്ട് പോലും അത് ഡിലീറ്റ് ആകുന്നില്ല. സിസ്റ്റത്തിൻ്റെ കോർ ഫയൽ പോലെ അത് മാറിയിരിക്കുന്നു. എൻ്റെ ലാപ്ടോപ്പിൻ്റെ കൺട്രോൾ ആ ഫയലിന് ലഭിച്ചതുപോലെ. ഞാൻ വീണ്ടും കമാൻഡ് അടിച്ചു നോക്കി. ഒരേ റിസൾട്ട്, പെർമിഷൻ ഡിനൈഡ്. ഞാൻ ഫയലിൻ്റെ ഇൻഫോ എടുത്തു നോക്കി. നേരത്തെ 52 MB ആയിരുന്ന ആ ഫയൽ ഇപ്പോൾ 104 MB ആയി മാറിയിരിക്കുന്നു. ഇൻ്റർനെറ്റ് കണക്ഷൻ ഇല്ലാതെ അതെങ്ങനെയാണ് ഡാറ്റ കൂട്ടുന്നത്? അത് ഉള്ളിലിരുന്ന് സ്വയം ഡെവലപ്പ് ചെയ്യുകയാണ്. എൻ്റെ നെഞ്ചിടിപ്പ് വീണ്ടും കൂടാൻ തുടങ്ങി. ഞാൻ അറിയാതെ ആ ഫയലിൽ ഡബിൾ ക്ലിക്ക് ചെയ്തു. ഫോട്ടോ സ്ക്രീനിൽ ഓപ്പണായി. എൻ്റെ രക്തം മരവിക്കുന്നത് പോലെ എനിക്ക് തോന്നി. കണ്ണുകൾ വിടർന്നു. എനിക്ക് ചുറ്റുമുള്ള വായു ഇല്ലാതാകുന്നതുപോലെ. ആ ഫോട്ടോ മാറിയിരിക്കുന്നു പൂർണ്ണമായും. അത് ഇടുക്കിയിലെ ക്യാമ്പ് ഫയറിൻ്റെ ഫോട്ടോയല്ല. അതിൽ കാടില്ല, മരങ്ങളില്ല, ഇരുട്ടില്ല. ആ ഫോട്ടോയുടെ പശ്ചാത്തലം ഇപ്പോൾ എൻ്റെ ഈ ബെഡ്റൂമാണ്. അതെ, എൻ്റെ സ്വന്തം റൂം. ഫ്ലാറ്റിലെ 8ാമത്തെ നിലയിലെ ഈ ബെഡ്റൂം. ഞാൻ സ്ക്രീനിലേക്ക് സൂക്ഷിച്ചു നോക്കി. എൻ്റെ വാർഡ്രോബ് അതിൽ കാണാം. ജനൽ കാണാം. ആ ഫോട്ടോയിൽ ഒരാൾ കസേരയിൽ ഇരിക്കുന്നുണ്ട്. പുറംതിരിഞ്ഞാണിരിക്കുന്നത്. ലാപ്ടോപ്പിൽ നോക്കിയിരിക്കുന്ന ഒരാൾ. അത് ഞാനാണ്. ഞാനിപ്പോൾ ഇട്ടിരിക്കുന്ന അതേ നീല നിറത്തിലുള്ള ടീഷർട്ട്, എൻ്റെ അതേ ഹെയർ സ്റ്റൈൽ. അതൊരു പഴയ ഫോട്ടോയല്ല. എൻ്റെ റൂമിൽ വെച്ച് എൻ്റെ തൊട്ടുപിന്നിൽ നിന്ന് ആരോ എടുത്ത ഫോട്ടോയാണത്. എൻ്റെ കഴുത്തിന് തൊട്ടുപിന്നിൽ നിന്നും. ഞാൻ ലാപ്ടോപ്പിലെ ആ ഫോട്ടോയിലേക്ക് കൂടുതൽ ശ്രദ്ധിച്ചു. ഞാൻ അതിലിരിക്കുന്നതിൻ്റെ തൊട്ടുപിന്നിലായി ആ കറുത്ത രൂപം നിൽക്കുന്നുണ്ട്. ആ മെലിഞ്ഞ നീളമുള്ള രൂപം. അതിൻ്റെ കൈകൾ എൻ്റെ കസാരയിൽ പിടിച്ചിട്ടുണ്ട്. മുഖമില്ലാത്ത ആ തല എൻ്റെ ചെവിക്ക് തൊട്ടുപിന്നിൽ കുനിഞ്ഞു നിൽക്കുകയാണ്. എന്നെ ഏറ്റവും ഭയപ്പെടുത്തിയത് അതല്ല. ആ ഫോട്ടോയിലെ രൂപം സ്ക്രീനിലേക്കല്ല നോക്കുന്നത്. അത് എൻ്റെ നേരെ പുറകിലേക്ക്, അതായത് ആ ഫോട്ടോ എടുത്ത ആളുടെ നേർക്കാണ് നോക്കുന്നത്. അപ്പോൾ ഈ ഫോട്ടോ എടുത്തത് ആരാണ്? ആരാണ് എൻ്റെ മുറിയിലുള്ളത്? പെട്ടെന്ന് എൻ്റെ മുറിയിലെ ലൈറ്റുകൾ അണഞ്ഞു. AC ഓഫായി. ഫാൻ കറങ്ങുന്നത് നിന്നു. കറണ്ട് പോയിരിക്കുന്നു. മുറിയിൽ പൂർണ്ണമായ ഇരുട്ട് നിറഞ്ഞു. മാക്ബുക്കിൻ്റെ സ്ക്രീനിൽ നിന്നുള്ള പ്രകാശം മാത്രം ബാക്കിയായി. ആ വെളിച്ചത്തിൽ ആ ഫോട്ടോയിലെ കാഴ്ച കൂടുതൽ ഭയാനകമായി തോന്നി. പുറത്ത് മഴയുടെ ശക്തി കൂടിയിട്ടുണ്ട്. ജനൽ ചില്ലുകളിൽ മഴത്തുള്ളികൾ ശക്തിയായി പതിക്കുന്ന ശബ്ദം. എനിക്ക് കസേരയിൽ നിന്നും എഴുന്നേൽക്കാൻ കഴിഞ്ഞില്ല. എൻ്റെ കാലുകൾ അനങ്ങുന്നില്ല. എൻ്റെ തൊണ്ട വരണ്ടുണങ്ങി. ആരെയെങ്കിലും ഒന്ന് വിളിക്കാൻ പോലും എനിക്ക് ശബ്ദം പുറത്തേക്ക് വരുന്നില്ല. അപ്പോഴാണ് ടേബിളിൽ കിടന്ന എൻ്റെ ഫോണിൻ്റെ സ്ക്രീൻ തെളിഞ്ഞത്. ഒരു പുതിയ നോട്ടിഫിക്കേഷൻ. റീസെറ്റ് ചെയ്ത, ഇൻ്റർനെറ്റ് കണക്ട് ചെയ്യാത്ത പുതിയ ഫോണിൽ ഒരു നോട്ടിഫിക്കേഷൻ. ഫോണിൻ്റെ ഡിസ്പ്ലേ വിളിച്ചതിൽ ഞാൻ ആ മെസ്സേജ് വായിച്ചു. ഗൂഗിൾ ഫോട്ടോസ്. 1 ഐറ്റം റീസ്റ്റോർഡ് സക്സസ്ഫുള്ളി. എങ്ങനെ? ഞാൻ ലോഗിൻ ചെയ്തിട്ടില്ല. വൈഫൈ ഇല്ല. സിം കാർഡ് നെറ്റ്വർക്കും ഇല്ല. പിന്നെങ്ങനെ ഗൂഗിൾ ഫോട്ടോസിൽ നിന്നും അത് റീസ്റ്റോറായി? സിസ്റ്റത്തിന് പുറത്തുള്ള എന്തോ ഒന്ന് ഈ ഫോണിനെ നിയന്ത്രിക്കുന്നുണ്ട്. അത് ഗാലറിയിലേക്ക് വീണ്ടും വന്നിരിക്കുന്നു. പെട്ടെന്ന് എൻ്റെ ശ്രദ്ധ സ്ക്രീനിൽ നിന്നും മാറി. എൻ്റെ ചെവികൾ മുറിയിലെ ഇരുട്ടിലേക്ക് കൂർപ്പിച്ചു. മാക്ബുക്കിൻ്റെ വെളിച്ചം മുറിയുടെ പകുതി വരെ മാത്രമേ എത്തുന്നുള്ളൂ. വാർഡ്രോബ് ഇരിക്കുന്ന ഭാഗം പൂർണ്ണമായും ഇരുട്ടിലാണ്. ആ ഇരുട്ടിൽ നിന്നും എനിക്കൊരു ശബ്ദം കേൾക്കാമായിരുന്നു.
ഒരു തരം നനഞ്ഞ ശബ്ദം, വെള്ളമിറ്റു വീഴുന്നത് പോലെയുള്ള ഒരു ശബ്ദം, അതോടൊപ്പം പതുക്കെയുള്ള ഒരു ശ്വാസോച്ഛ്വാസം. അത് മനുഷ്യൻ്റെ ശ്വാസമല്ല, ഒരു മൃഗം കിതയ്ക്കുന്നത് പോലെയുള്ള ഒട്ടും താളമില്ലാത്ത ഒരു ശബ്ദം. ഞാൻ കസേരയിൽ ഇരുന്ന് തന്നെ പതുക്കെ പുറകിലേക്ക് തിരിഞ്ഞു നോക്കാൻ ശ്രമിച്ചു. എൻ്റെ കഴുത്തിലെ ഞരമ്പുകൾ വലിയുന്നുണ്ടായിരുന്നു. പേടികൊണ്ട് എൻ്റെ ശരീരം മുഴുവൻ വിയർപ്പിൽ കുളിച്ചു. ആ ശബ്ദം ഇപ്പോൾ കൂടുതൽ അടുത്തേക്ക് വന്നിരിക്കുന്നു. ടൈൽസ് ഇട്ട തറയിലൂടെ നഗ്നമായ പാദങ്ങൾ വെച്ച് നടക്കുമ്പോൾ ഉണ്ടാകുന്ന ചെറിയ ശബ്ദം, ഉരസുന്നത് പോലെയുള്ള ശബ്ദം. ആരെങ്കിലും നടക്കുകയാണോ അതോ ഇഴയുകയാണോ? ആ ഇരുട്ടിൽ നിന്നും എൻ്റെ കസേരയ്ക്ക് പിന്നിലേക്ക് അത് അടുത്തടുത്ത് വരികയാണ്. ഓരോ സെക്കൻഡിലും ആ ശ്വാസത്തിൻ്റെ ശബ്ദം എൻ്റെ ചെവികൾക്ക് കൂടുതൽ വ്യക്തമായി കേൾക്കാൻ തുടങ്ങിയിരുന്നു. ലാപ്ടോപ്പിലെ ഫോട്ടോയിലെ രൂപം ഇപ്പോൾ എവിടെയായിരിക്കും നിൽക്കുന്നത്? ഞാൻ തിരിഞ്ഞു നോക്കിയാൽ എന്തായിരിക്കും കാണുക? ആ ശ്വാസത്തിൻ്റെ ശബ്ദം എൻ്റെ തൊട്ടുപിന്നിലെത്തിയിരിക്കുന്നു. എനിക്ക് തിരിഞ്ഞു നോക്കാൻ കഴിഞ്ഞില്ല. എൻ്റെ കഴുത്തിലെ പേശികൾ വരിഞ്ഞു മുറുകി. എൻ്റെ താടിയെല്ലുകൾ വിറയ്ക്കാൻ തുടങ്ങി. ഞാൻ കണ്ണുകൾ ഇറുക്കി അടച്ചു. മുറിയിൽ ഇപ്പോൾ ഒരുതരം പുതിയ ഗന്ധം നിറഞ്ഞിട്ടുണ്ട്. അടച്ചിട്ട വായുസഞ്ചാരമില്ലാത്ത ഒരു പഴയ മുറിയുടെ ഗന്ധം, അല്ലെങ്കിൽ നനഞ്ഞ പായൽ പിടിച്ച തുണികളുടെ ഗന്ധം. അത് വളരെ രൂക്ഷമായിരുന്നു. എൻ്റെ ശ്വാസകോശത്തിലേക്ക് ആ ഗന്ധം ഇരച്ചു കയറി. എനിക്ക് ഓക്കാനം വന്നു. എൻ്റെ കസേരയുടെ പിൻഭാഗത്ത് നേരിയൊരു അനക്കം തോന്നി. ആരോ അതിൽ പിടിച്ചിരിക്കുന്നത് പോലെ. കസേര ചെറുതായൊന്ന് വിറച്ചു. എൻ്റെ കണ്ണുകൾ മാക്ബുക്കിൻ്റെ സ്ക്രീനിൽ തന്നെയായിരുന്നു. ആ ഫോട്ടോയിൽ ആ രൂപം എൻ്റെ തൊട്ടുപിന്നിൽ തന്നെയാണല്ലോ ഉള്ളത്. യഥാർത്ഥത്തിൽ എൻ്റെ പിന്നിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് എനിക്ക് കാണണം. പക്ഷെ തിരിഞ്ഞു നോക്കാനുള്ള ധൈര്യമില്ല. ഞാൻ വീണ്ടും ട്രാക്ക് പാഡിൽ വിരൽ വെച്ചു. കഴ്സർ പതുക്കെ താഴേക്ക് നീക്കി. മാക്ബുക്കിലെ ആപ്പുകളിരിക്കുന്ന ഡോക്കിലേക്ക്. അതിൽ ഫോട്ടോ ബൂത്ത് എന്ന ആപ്പിൽ ഞാൻ ക്ലിക്ക് ചെയ്തു. ലാപ്ടോപ്പിൻ്റെ വെബ് ക്യാം ഓണായി. ക്യാമറയുടെ അരികിലുള്ള ചെറിയ പച്ച ലൈറ്റ് തെളിഞ്ഞു. സ്ക്രീനിൽ ഇപ്പോൾ എന്നെ കാണാം. ക്യാമറ എൻ്റെ മുഖത്തേക്ക് ഫോക്കസ് ചെയ്തു. സ്ക്രീനിൽ നിന്നുള്ള വെളിച്ചം എൻ്റെ മുഖത്ത് വീഴുന്നുണ്ട്. എൻ്റെ മുഖം വല്ലാതെ വിളറിയിരിക്കുന്നു. ചുണ്ടുകൾ വരണ്ടുണങ്ങിയിരിക്കുന്നു. ക്യാമറയിൽ എൻ്റെ പുറകിലെ കാഴ്ച പൂർണ്ണമായും ഇരുട്ടാണ്. വാർഡ്രോബ് ഇരിക്കുന്ന ഭാഗത്തേക്ക് വെളിച്ചമെത്തുന്നില്ല. ഞാൻ സ്ക്രീനിലെ ബ്രൈറ്റ്നസ് പരമാവധി കൂട്ടി. ക്യാമറയുടെ ആംഗിൾ എൻ്റെ പുറകിലേക്ക് കിട്ടാൻ വേണ്ടി പതുക്കെ ലാപ്ടോപ്പിൻ്റെ സ്ക്രീൻ അല്പം കൂടി പുറകിലേക്ക് ചരിച്ചു വെച്ചു. ഇപ്പോൾ ക്യാമറയിൽ എൻ്റെ പിന്നിലെ ഇരുട്ട് കുറച്ചുകൂടി വ്യക്തമായി കാണാം. ഞാൻ സ്ക്രീനിലേക്ക് തന്നെ നോക്കിയിരുന്ന് ശ്വാസം വിട്ടു. ആ ഇരുട്ടിൽ ഒന്നുമില്ല, വെറും ശൂന്യത മാത്രം. എനിക്ക് ചെറിയൊരു ആശ്വാസം തോന്നി. ആ ശബ്ദങ്ങളും ഗന്ധങ്ങളും എൻ്റെ തോന്നലായിരിക്കാം. ഹാലുസിനേഷൻ എന്നെ പൂർണ്ണമായും കീഴ്പ്പെടുത്തിയിരിക്കുന്നു. ഞാൻ പതുക്കെ എഴുന്നേൽക്കാൻ തീരുമാനിച്ചു. അപ്പോഴാണ് ക്യാമറയിലെ ഫ്രെയിമിൽ ഞാനത് കണ്ടത്. എൻ്റെ വലതു തോളിന് നേരെ മുകളിലായി ഇരുട്ടിൽ നിന്നും എന്തോ ഒന്ന് വെളിച്ചത്തിലേക്ക് നീളുന്നു. അതൊരു കൈയായിരുന്നു. കറുത്ത തീരെ മെലിഞ്ഞ ഒരു കൈ. അതിലെ വിരലുകൾക്ക് അസാധാരണമായ നീളമുണ്ടായിരുന്നു. മാംസമില്ലാത്ത വെറും അസ്ഥിയിൽ കറുത്ത തൊലി പൊതിഞ്ഞതുപോലെയുള്ള വിരലുകൾ. ആ വിരലുകളുടെ അറ്റത്ത് കൂർത്ത നഖങ്ങൾ ക്യാമറയുടെ വെളിച്ചത്തിൽ തിളങ്ങി. ആ കൈ പതുക്കെ എൻ്റെ കസേരയുടെ പിൻഭാഗത്തേക്ക് വരികയാണ്. സ്ക്രീനിലൂടെ ഈ കാഴ്ച കണ്ട എൻ്റെ തലച്ചോർ മരവിച്ചുപോയി. എനിക്ക് ചിന്തിക്കാൻ കഴിഞ്ഞില്ല. ഞാനൊരു പ്രതിമ പോലെ ഇരുന്നു. ആ നീണ്ട വിരലുകൾ എൻ്റെ കസേരയുടെ ലെതറിൽ വന്നിരുന്നു. വിരലുകൾ കസേരയിൽ അമർന്നു. കസേരയുടെ ലെതർ ഞെരിയുന്ന ശബ്ദം എനിക്ക് നേരിട്ട് കേൾക്കാമായിരുന്നു. സ്ക്രീനിലെ കാഴ്ച യാഥാർത്ഥ്യമാണ്. ആ കൈകൾ കസേരയിൽ നിന്നും പതുക്കെ എൻ്റെ തോളിലേക്ക് നീങ്ങാൻ തുടങ്ങി. ആ തണുപ്പ് എനിക്ക് വീണ്ടും അനുഭവപ്പെട്ടു. വല്ലാത്തൊരു മരവിപ്പ് എൻ്റെ വലതു കൈയിലേക്ക് പടർന്നു. മരണഭയം എന്നെ പൂർണ്ണമായും വിഴുങ്ങി. ഇല്ല, ഞാൻ ഉറക്കെ അലറി. എൻ്റെ സർവ്വശക്തിയും എടുത്ത് ഞാൻ കസേരയിൽ നിന്നും ഒറ്റയടിക്ക് മുന്നോട്ട് കുതിച്ചു. ലാപ്ടോപ്പിൻ്റെ സ്ക്രീൻ എൻ്റെ കൈ തട്ടി ശക്തിയായി അടഞ്ഞു. ലാപ്ടോപ്പ് ടേബിളിൽ നിന്നും തറയിലേക്ക് വീണു. ഞാൻ തിരിഞ്ഞു നോക്കാതെ വാതിലിനടുത്തേക്ക് ഓടി. എൻ്റെ കാലുകൾ തെന്നുന്നുണ്ടായിരുന്നു. ഞാൻ വാതിലിൻ്റെ ഹാൻഡിലിൽ തപ്പിപ്പിടിച്ചു. അതമർത്തി. വാതിൽ തുറക്കുന്നില്ല. നേരത്തെ ലോക്കായതുപോലെ തന്നെ അതിപ്പോഴും അനങ്ങുന്നില്ല. ഞാൻ വാതിലിൽ ശക്തിയായി ഇടിച്ചുകൊണ്ട് നിലവിളിച്ചു, ആരെങ്കിലും ഒന്ന് തുറക്കണേ.
എൻ്റെ ശബ്ദം ആ മുറിക്കുള്ളിൽ തന്നെ പ്രതിധ്വനിച്ചു. പുറത്ത് മഴയുടെ ഭയപ്പെടുത്തുന്ന ഇരമ്പൽ മാത്രം. കോറിഡോറിൽ ആരുമില്ല. പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നു. താക്കോൽ. എൻ്റെ കാറിൻ്റെ താക്കോലിനൊപ്പം ഈ വാതിലിൻ്റെ താക്കോലുമുണ്ട്. അതെൻ്റെ പാൻസിൻ്റെ പോക്കറ്റിലുണ്ട്. ഞാനത് നേരത്തെ എടുത്തിരുന്നതാണ്. ഞാൻ വിറയ്ക്കുന്ന കൈകളോടെ പോക്കറ്റിൽ തപ്പി. അതെ, താക്കോൽ കൂട്ടം അവിടെയുണ്ട്. ഞാനത് വേഗത്തിൽ പുറത്തെടുത്തു. ഇരുട്ടിൽ തപ്പിത്തടഞ്ഞ് താക്കോൽ ദ്വാരത്തിലിട്ടു. ഭാഗ്യത്തിനത് കൃത്യമായി തന്നെ കയറി. ഞാൻ ശക്തിയായി തിരിച്ചു. ചെറിയൊരു ക്ലിക്ക് ശബ്ദം. ലോക്ക് തുറന്നു. ഞാൻ വാതിൽ വലിച്ചു തുറന്നു. പുറത്തേക്ക് ഒറ്റച്ചാട്ടത്തിനിറങ്ങി. എന്നിട്ട് പെട്ടെന്ന് തന്നെ വാതിൽ വലിച്ചടച്ചു. എനിക്ക് പുറത്തുനിന്നും അത് ലോക്ക് ചെയ്യാൻ സമയം കിട്ടിയില്ല. എങ്കിലും വാതിലടഞ്ഞപ്പോൾ എനിക്ക് വലിയൊരു സമാധാനം തോന്നി. ആ മുറിയിൽ നിന്നും ഞാൻ പുറത്തു കടന്നിരിക്കുന്നു. ഞാൻ കോറിഡോറിൻ്റെ ഭിത്തിയിൽ ചാരി നിന്ന് കിതച്ചു. എൻ്റെ ഹൃദയം ഒരു യന്ത്രം പോലെ ഇടിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ ആശ്വാസം വെറും നിമിഷങ്ങൾ മാത്രമേ നീണ്ടു നിന്നുള്ളൂ. കോറിഡോറിലും വെളിച്ചമില്ല. 8ാമത്തെ നിലയിലെ മുഴുവൻ ഫ്ലാറ്റുകൾക്കും കറണ്ട് പോയിരിക്കുന്നു. ജനറേറ്റർ ഓണായിട്ടില്ല. എന്തുകൊണ്ടോ എമർജൻസി ലൈറ്റുകൾ പോലും കത്തുന്നുണ്ടായിരുന്നില്ല. പവർ ഫെയിലിയർ ഉണ്ടാകുമ്പോൾ എപ്പോഴും ഓട്ടോമാറ്റിക്കായി കത്തുന്ന ആ ലൈറ്റുകളെല്ലാം ഇന്ന് ഓഫാണ്. മുഴുവൻ കോറിഡോറും ഇരുട്ടിലാണ്. 2 വശത്തും ഫ്ലാറ്റുകളുടെ അടഞ്ഞ വാതിലുകൾ മാത്രം. ആരും പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല. എല്ലാവരും ഉറങ്ങിയിട്ടുണ്ടാകും. എനിക്ക് ലിഫ്റ്റിനടുത്തേക്ക് പോകണം. ലിഫ്റ്റ് വർക്ക് ചെയ്യില്ല. പക്ഷേ അതിൻ്റെ അടുത്താണ് സ്റ്റെയർ കേസ്. എനിക്ക് താഴെ എത്തണം. സെക്യൂരിറ്റിയുടെ അടുത്തേക്ക്, ആളുകളുടെ അടുത്തേക്ക്. ഞാൻ കോറിഡോറിലൂടെ മുന്നോട്ട് നടക്കാൻ തുടങ്ങി. എൻ്റെ കാലൊച്ച അവിടെ മുഴങ്ങി കേട്ടു. ഫോണിലെ ഫ്ലാഷ് ലൈറ്റ് ഉണ്ടായിരുന്നെങ്കിൽ എളുപ്പമായിരുന്നു. പക്ഷേ എൻ്റെ ഫോൺ റൂമിലെ ടേബിളിലാണ്. റീസെറ്റ് ചെയ്ത ശേഷം ഞാനത് അവിടെ വെച്ചതാണ്. ഇനി അതെടുക്കാൻ ഞാനിനി ആ റൂമിലേക്ക് തിരികെ പോകില്ല. മരിച്ചാലും പോകില്ല. പെട്ടെന്ന് എൻ്റെ വലതു പോക്കറ്റിലൊരു വൈബ്രേഷൻ അനുഭവപ്പെട്ടു. എൻ്റെ നടത്തം നിന്നു. ഞാൻ ശ്വാസം പിടിച്ചു നിന്നു. എന്താണ് പോക്കറ്റിൽ? താക്കോൽ ഞാൻ എൻ്റെ കയ്യിൽ മുറുകെ പിടിച്ചിട്ടുണ്ട്. പിന്നെ എന്താണ്? എൻ്റെ പോക്കറ്റിലൊരു ഭാരം തോന്നുന്നു. ഞാൻ വളരെ പതുക്കെ ഇടത് കൈ പോക്കറ്റിലേക്കിട്ടു. എൻ്റെ വിരലുകൾ തണുത്ത ഒരു ലോഹപ്രതലത്തിൽ സ്പർശിച്ചു. അതൊരു ഫോണാണ്. എൻ്റെ സ്വന്തം ഫോൺ. പൊട്ടിയ സ്ക്രീനുള്ള എൻ്റെ ഫോൺ. എൻ്റെ തല കറങ്ങുന്നത് പോലെ തോന്നി. ആ ഫോൺ ഞാൻ റൂമിലെ ടേബിളിൽ വെച്ചതാണ്. റീസെറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാൻ അതിൽ തൊട്ടിട്ടില്ല. പിന്നെ അതെങ്ങനെ എൻ്റെ പോക്കറ്റിൽ വന്നു? ആര് വെച്ചു? ഞാൻ ഓടി പുറത്തിറങ്ങുന്നതിനിടയിൽ ഞാനത് എടുത്തതാണോ? ഒരിക്കലുമില്ല. എനിക്ക് നല്ല ഉറപ്പുണ്ട്. അത് ടേബിളിൽ തന്നെയായിരുന്നു. പിന്നെ എങ്ങനെ ഇത് ഇവിടെ എത്തി? ഭൗതികമായ എല്ലാ നിയമങ്ങളും ഇവിടെ തെറ്റുകയാണ്. ഫോൺ വീണ്ടും വൈബ്രേറ്റ് ചെയ്തു. പുതിയൊരു നോട്ടിഫിക്കേഷൻ. ഇരുട്ടിൽ ആ ഫോണിൻ്റെ സ്ക്രീൻ തനിയെ തെളിഞ്ഞു. അതിൻ്റെ വെളിച്ചം കോറിഡോറിലെ ഇരുട്ടിനെ വകഞ്ഞു മാറ്റി എൻ്റെ മുഖത്ത് വീണു. സ്ക്രീനിൽ വീണ്ടും ഗാലറി ആപ്പ് തുറന്നു വന്നിരിക്കുന്നു. പുതിയൊരു ഫോട്ടോ. ഇത്തവണ ആ ഫോട്ടോ കണ്ടപ്പോൾ എൻ്റെ കണ്ണുകളിൽ നിന്നും കണ്ണുനീർ ഒഴുകിയിറങ്ങി. പേടി കൊണ്ടുള്ള കരച്ചിൽ. എനിക്ക് പ്രതിരോധിക്കാൻ കഴിയില്ല എന്ന തിരിച്ചറിവ്. ആ ഫോട്ടോ ഇടുക്കിയിലെ ക്യാമ്പ് ഫയർ അല്ല. എൻ്റെ ലാപ്ടോപ്പിൽ കണ്ട എൻ്റെ ബെഡ്റൂമുമല്ല. അതൊരു നീണ്ട കോറിഡോറാണ്. ഇരുണ്ട കോറിഡോർ. ആ ഫോട്ടോയിൽ കോറിഡോറിൻ്റെ ഭിത്തിയിൽ ചാരി ഒരാൾ നിൽക്കുന്നുണ്ട്. അത് ഞാനാണ്. എൻ്റെ കയ്യിലൊരു ഫോണുണ്ട്. എൻ്റെ മുഖത്ത് ആ ഫോണിൻ്റെ വെളിച്ചമടിക്കുന്നുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്ന അതേ നിൽപ്പ്. ഈ ഫോട്ടോ എടുത്തത് എൻ്റെ പുറകിൽ നിന്നല്ല, എൻ്റെ മുന്നിൽ നിന്നാണ്. കോറിഡോറിൻ്റെ അറ്റത്ത് നിന്ന്, ലിഫ്റ്റിൻ്റെ ഭാഗത്ത് നിന്ന് ആരോ എന്നെ നോക്കിയെടുത്ത ഫോട്ടോ. ഞാൻ സ്ക്രീനിലേക്ക് സൂക്ഷിച്ചു നോക്കി. ഫോട്ടോയിൽ എനിക്ക് ചുറ്റും ഇരുട്ടാണ്. പക്ഷേ ആ ഫോട്ടോയുടെ ഏറ്റവും താഴെ, അതായത് ഫോട്ടോ എടുത്ത ആളുടെ സ്ഥാനത്ത് സ്ക്രീനിൻ്റെ അരികിലായി കറുത്ത മെലിഞ്ഞ നീണ്ട വിരലുകൾ കാണാം. ക്യാമറ പിടിച്ചിരിക്കുന്ന കൈയുടെ വിരലുകൾ. അതായത് അതിപ്പോൾ എൻ്റെ റൂമിലില്ല. അത് ഈ കോറിഡോറിലുണ്ട്. എൻ്റെ തൊട്ടുപിന്നിൽ, എനിക്ക് പോകേണ്ട വഴിയുടെ അറ്റത്ത്. ആ ഇരുട്ടിൽ അത് എന്നെയും നോക്കി നിൽക്കുകയാണ്. ഞാൻ ഫോണിലെ വെളിച്ചം കോറിഡോറിൻ്റെ മുന്നിലേക്ക് അടിക്കാൻ ശ്രമിച്ചു. അവിടെ ഒന്നും കാണാൻ കഴിഞ്ഞില്ല. കനത്ത ഇരുട്ട് മാത്രം. എൻ്റെ ഫോണിലെ ഫ്ലാഷ് ലൈറ്റ് ഓൺ ചെയ്യാൻ ഞാൻ സ്ക്രീനിൻ്റെ മുകളിൽ നിന്നും താഴേക്ക് സ്വൈപ്പ് ചെയ്തു. ടോർച്ച് ഐക്കണിൽ അമർത്തി. ഫ്ലാഷ് ലൈറ്റ് ഓണായില്ല. ഫോൺ വീണ്ടും ഹാങ് ആയി. സ്ക്രീനിൽ ആ ഫോട്ടോ മാത്രം നിലനിന്നു. എനിക്ക് മുന്നോട്ട് നടക്കാൻ കഴിയില്ല.
അതവിടെയുണ്ട്. ആ ഇരുട്ടിൽ അത് എന്നെ കാത്തു നിൽക്കുകയാണ്. ഞാൻ തിരികെ എൻ്റെ ഫ്ലാറ്റിൻ്റെ വാതിലിലേക്ക് നോക്കി. ഞാൻ വലിച്ചടച്ച ആ വാതിൽ. എൻ്റെ കണ്ണുകൾ വിടർന്നു. ആ വാതിലിപ്പോൾ പകുതി തുറന്നു കിടക്കുകയാണ്. ഞാനത് കൃത്യമായി അടച്ചതാണ്. ലോക്ക് വീഴുന്ന ശബ്ദം ഞാൻ കേട്ടതാണ്. എന്നിട്ടും അതെങ്ങനെ തുറന്നു? അടഞ്ഞ വാതിൽ തുറന്നു കിടക്കുന്നു. മുന്നിലെ ഇരുട്ടിൽ ആ രൂപം നിൽക്കുന്നു. ഞാൻ ഈ കോറിഡോറിൽ ഒറ്റപ്പെട്ടു. ആ ഇരുട്ടിൽ നിന്നും നനഞ്ഞ കാൽവെപ്പുകളുടെ ശബ്ദം വീണ്ടും കേൾക്കാൻ തുടങ്ങി. ഇത്തവണ അത് വരുന്നത് എൻ്റെ ഫ്ലാറ്റിനുള്ളിൽ നിന്നല്ല, എനിക്ക് മുന്നിലെ ഇരുട്ടിൽ നിന്നാണ്. അതെൻ്റെ നേർക്ക് നടന്നു വരികയാണ്. എനിക്ക് ഓടണം, എങ്ങോട്ടെങ്കിലും ഓടണം. പക്ഷെ എങ്ങോട്ട്? എനിക്ക് മുന്നിലെ ഇരുട്ടിൽ നിന്നും ആ ശബ്ദം അടുത്തേക്ക് വരികയാണ്. നനഞ്ഞ പാദങ്ങൾ ടൈൽസിൽ വയ്ക്കുമ്പോഴുണ്ടാകുന്ന ആ അറപ്പുളവാക്കുന്ന ശബ്ദം, ഒപ്പം ആ അസാധാരണമായ ശ്വാസോച്ഛ്വാസവും. എൻ്റെ ഹൃദയം നിലച്ചു പോകുമെന്ന് തോന്നി. കോറിഡോറിൻ്റെ അറ്റത്തെ ആ ഇരുട്ടിലേക്ക് ഞാൻ കണ്ണുകൾ തുറന്നു പിടിച്ചു. ഫോണിലെ സ്ക്രീനിൻ്റെ വെളിച്ചം എൻ്റെ മുഖത്ത് മാത്രം വീണ് കിടന്നു. ബാക്കിയെല്ലാം ഇരുട്ടാണ്. എൻ്റെ കൈകൾ വിറയ്ക്കുന്നതുകൊണ്ട് സ്ക്രീനിലെ വെളിച്ചവും വിറയ്ക്കുന്നുണ്ടായിരുന്നു. ആ രൂപം അടുത്തു വരികയാണ്. ഫോട്ടോയിൽ എൻ്റെ മുന്നിൽ നിന്നിരുന്ന ആ രൂപം. പെട്ടെന്ന് ആ ശബ്ദം നിന്നു. കോറിഡോർ പൂർണ്ണമായ നിശബ്ദതയിലായി. മഴയുടെ ഇരമ്പൽ മാത്രം. അതെവിടെയാണ് നിന്നത്? എന്നിൽ നിന്ന് എത്ര ദൂരത്തിൽ? എനിക്കൊന്നും കാണാൻ കഴിയുന്നില്ല. ഞാൻ ഫോണിൻ്റെ സ്ക്രീൻ എൻ്റെ മുന്നിലേക്ക് നീട്ടിപ്പിടിച്ചു, ഒരു ടോർച്ച് പോലെ. സ്ക്രീനിലെ ഫോട്ടോയുടെ നേരിയ വെളിച്ചം മുന്നിലെ ഇരുട്ടിലേക്ക് പരന്നു. എൻ്റെ തൊണ്ടയിൽ നിന്ന് ഒരു ഞരക്കം പുറത്തു വന്നു. എൻ്റെ തൊട്ടുമുന്നിൽ, എനിക്ക് കൈ നീട്ടിയാൽ തൊടാവുന്ന ദൂരത്തിൽ, ആ ഇരുട്ടിൽ സ്ക്രീനിൻ്റെ വെളിച്ചത്തിൻ്റെ അതിരിൽ 2 പാദങ്ങൾ. മെലിഞ്ഞ നീണ്ട അസ്ഥി മാത്രമുള്ള കറുത്ത പാദങ്ങൾ. അതിൽ നിന്ന് മുകളിലേക്ക് ഉയർന്നു നിൽക്കുന്ന ഒരു ശരീരം. അത് കുനിഞ്ഞു നിൽക്കുകയാണ്. അതിൻ്റെ മുഖമില്ലാത്ത തല എൻ്റെ മുഖത്തിന് നേരെയാണ്. എനിക്ക് ചുറ്റുമുള്ള വായു തണുത്തുറഞ്ഞു. ആ പഴയ മുറിയുടെ ഗന്ധം അസഹനീയമായി മാറി. എനിക്ക് ശ്വാസം മുട്ടി. എൻ്റെ ശരീരം പൂർണ്ണമായും തളർന്നുപോയി. ഓടാനോ ഒച്ച വയ്ക്കാനോ കഴിയാതെ ഞാൻ തറഞ്ഞു നിന്നു. ആ രൂപം പതുക്കെ അതിൻ്റെ നീണ്ട വിരലുകൾ എൻ്റെ നേർക്ക് നീട്ടി. കൂർത്ത നഖങ്ങളുള്ള ആ വിരലുകൾ എൻ്റെ ഫോണിൽ വന്നു പിടിച്ചു. ഐസ് പോലെയുള്ള തണുപ്പ്. എൻ്റെ വിറയ്ക്കുന്ന വിരലുകൾക്ക് മുകളിലൂടെ ആ കറുത്ത കൈകൾ ഫോൺ മുറുകെ പിടിച്ചു. എനിക്കത് വിട്ടുകളയാൻ കഴിഞ്ഞില്ല. എൻ്റെ കൈകൾ ആ ഫോണുമായി ഒട്ടിപ്പോയതുപോലെ. അതിൻ്റെ കയ്യിലിരിക്കുന്ന ഫോൺ പതുക്കെ അതിൻ്റെ മുഖത്തിന് നേരെ ഉയർത്തി. ആ കണ്ണുകളില്ലാത്ത കുഴികൾ ഫോണിൻ്റെ സ്ക്രീനിലേക്ക് നോക്കി. ഞാൻ അതിൻ്റെ മുഖത്തേക്ക് നോക്കാതിരിക്കാൻ ശ്രമിച്ചു. പക്ഷേ എനിക്കതിന് കഴിഞ്ഞില്ല. ആ ഇരുണ്ട ഗർത്തങ്ങൾ എന്നെ വലിച്ചെടുക്കുന്നത് പോലെ തോന്നി. പെട്ടെന്ന് ഫോണിൻ്റെ ഫ്ലാഷ് ലൈറ്റ് തനിയെ ഓണായി. അന്ധകാരത്തിൽ പെട്ടെന്നുണ്ടായ ആ വെളിച്ചത്തിൽ എൻ്റെ കണ്ണുകൾ മഞ്ഞളിച്ചു. ഞാൻ കണ്ണുകൾ ഇറുക്കി അടച്ചു. ആ വെളിച്ചത്തിൽ എൻ്റെ മുഖം മാത്രമല്ല, കോറിഡോർ മുഴുവൻ പ്രകാശിച്ചു. ഒരു സെക്കൻഡിന് ശേഷം ഞാൻ പതുക്കെ കണ്ണു തുറന്നു. ആ രൂപം അവിടെയില്ല. എൻ്റെ കൈകളിൽ എൻ്റെ ഫോൺ മാത്രം. ഫ്ലാഷ് ലൈറ്റ് ഓണായി കിടക്കുന്നു. കോറിഡോർ മുഴുവൻ ആ വെളിച്ചത്തിൽ വ്യക്തമായി കാണാം. അത് ശൂന്യമാണ്. അവിടെയെങ്ങും ആരുമില്ല. ഞാൻ ദീർഘമായി ശ്വാസം വിട്ടു. വിയർപ്പിൽ കുളിച്ച എൻ്റെ ശരീരം ഭിത്തിയിലേക്ക് ചാഞ്ഞുപോയി. ഞാൻ തറയിലേക്ക് ഊർന്നിരുന്നു. കിതപ്പ് മാറ്റാൻ ഞാൻ ശ്രമിച്ചു. പോയി. അത് പോയി. വെളിച്ചം വന്നപ്പോൾ അത് അപ്രത്യക്ഷമായി. അല്ലെങ്കിൽ അതെല്ലാം എൻ്റെ ഭ്രമമായിരുന്നു. ഫ്ലാഷ് ഓണായപ്പോൾ എൻ്റെ ഹാലുസിനേഷൻ അവസാനിച്ചതാണ്. കുറച്ച് മിനിറ്റുകൾ ഞാൻ അങ്ങനെ തന്നെ തറയിലിരുന്നു. ഹൃദയമിടിപ്പ് സാധാരണ നിലയിലായി. ഫ്ലാഷ് ലൈറ്റിൻ്റെ വെളിച്ചത്തിൽ എനിക്ക് ധൈര്യം തോന്നി തുടങ്ങി. എനിക്കിനി എൻ്റെ മുറിയിലേക്ക് മടങ്ങാം. വാതിൽ പാതി തുറന്നു കിടപ്പുണ്ട്. വേഗം ഉള്ളിൽ കയറി ലോക്ക് ചെയ്യണം. നേരം വെളുക്കുന്നതുവരെ ലൈറ്റ് ഓഫ് ചെയ്യരുത്. രാവിലെ തന്നെ വിഷ്ണുവിനെ വിളിച്ചു വരുത്തണം. അവനോടെല്ലാം പറയണം. ഒരു ഡോക്ടറെ കാണണം. ഞാൻ പതുക്കെ എഴുന്നേറ്റു. ഫോൺ കയ്യിൽ മുറുകെ പിടിച്ചു. ഫ്ലാഷ് ലൈറ്റിൻ്റെ മുറിയുടെ വാതിലിന് നേരെ അടിച്ചു. ഞാൻ വാതിലിനടുത്തേക്ക് നടന്നു. വാതിലിൻ്റെ പടി കടക്കുന്നതിന് തൊട്ടു മുമ്പ് എൻ്റെ ഫോൺ വീണ്ടും വൈബ്രേറ്റ് ചെയ്തു. ഞാൻ നിന്നു. എൻ്റെ വിരലുകൾ ഫോണിൽ മുറുകി. ഞാൻ സ്ക്രീനിലേക്ക് നോക്കിയില്ല. എനിക്ക് നോക്കാൻ പേടിയായിരുന്നു. പക്ഷേ ആ നോട്ടിഫിക്കേഷൻ സൗണ്ട് വീണ്ടും കേട്ടു. ഞാൻ വളരെ പതുക്കെ ഫോൺ എൻ്റെ മുഖത്തിന് നേരെ ഉയർത്തി. ഫ്ലാഷ് ലൈറ്റ് ഇപ്പോഴും ഓണാണ്.
സ്ക്രീനിൽ ഗാലറി ആപ്പ്, ഒരു പുതിയ ഫോട്ടോ. എൻ്റെ ശ്വാസം വീണ്ടും നിലച്ചു. ഇത്തവണ കരയാൻ പോലും എനിക്ക് കഴിഞ്ഞില്ല. ആ ഫോട്ടോ എൻ്റെ മുറിക്കുള്ളിലെ കാഴ്ചയായിരുന്നു. വാതിൽക്കൽ നിന്നെടുത്ത ഫോട്ടോ. ഫ്ലാഷ് ലൈറ്റിൻ്റെ വെളിച്ചത്തിൽ എൻ്റെ മുറിയിലെ ടേബിളും ലാപ്ടോപ്പും ബെഡും വ്യക്തമായി കാണാം. പക്ഷെ ആ ഫോട്ടോയിൽ എൻ്റെ ബെഡിൽ അതിരിക്കുന്നു. ആ കറുത്ത മെലിഞ്ഞ രൂപം അതെൻ്റെ ബെഡിൽ ഇരിക്കുകയാണ്, എനിക്ക് നേരെ തിരിഞ്ഞ്. അതിൻ്റെ നീണ്ട കൈകൾ ബെഡിൽ കുത്തിയിരിക്കുന്നു. എൻ്റെ കാലുകൾക്ക് ബലം നഷ്ടപ്പെട്ടു. ഫോൺ എൻ്റെ കൈകളിൽ നിന്നും തറയിലേക്ക് വീണു. ഫോട്ടോ എന്നോട് പറയുന്നത് വ്യക്തമായിരുന്നു. അത് പോയിട്ടില്ല. അത് കോറിഡോറിൽ നിന്നും എൻ്റെ മുറിക്കുള്ളിലേക്ക് കടന്നിരിക്കുന്നു. ഞാൻ വാതിൽ തുറന്നിട്ടതുകൊണ്ട് ഞാൻ അതിനെ എൻ്റെ മുറിയിലേക്ക് തന്നെ ക്ഷണിച്ചു വരുത്തി. തറയിൽ വീണ ഫോണിൻ്റെ ഫ്ലാഷ് ലൈറ്റ് വാതിലിൻ്റെ വിടവിലൂടെ മുറിക്കുള്ളിലേക്ക് അടിക്കുന്നുണ്ടായിരുന്നു. ആ വെളിച്ചത്തിൽ പാതി തുറന്ന വാതിലിനുള്ളിലൂടെ ഞാൻ എൻ്റെ ബെഡിലേക്ക് നോക്കി. അവിടെ ആ വെളിച്ചത്തിൻ്റെ അതിരിൽ 2 കറുത്ത നീണ്ട കൈകൾ അതിൻ്റെ ബെഡിൽ ഇരിപ്പുണ്ടായിരുന്നു. എനിക്ക് പിന്നിലേക്ക് ഓടാൻ കഴിഞ്ഞില്ല. എൻ്റെ ശബ്ദം പുറത്തേക്ക് വന്നില്ല. വാതിലിനുള്ളിൽ നിന്നും ആ നനഞ്ഞ ശ്വാസോച്ഛ്വാസം കേൾക്കാൻ തുടങ്ങി. ഇത്തവണ അത് വളരെ ഉച്ചത്തിലായിരുന്നു. ആ നീണ്ട കൈകൾ ബെഡിൽ നിന്നും പതുക്കെ താഴേക്ക് തറയിലേക്ക് നീണ്ടു. അത് മുറിക്കുള്ളിൽ നിന്നും എന്നെ ലക്ഷ്യമാക്കി വരികയാണ്. എൻ്റെ കണ്ണുകൾ ഇരുട്ടിലേക്ക് ആഴ്ന്നു പോകുന്നത് പോലെ എനിക്ക് തോന്നി. അവസാനമായി ഞാൻ കേട്ടത് എൻ്റെ ഫോണിൻ്റെ സ്ക്രീനിൽ വീണ്ടും ഒരു നോട്ടിഫിക്കേഷൻ വരുന്ന ശബ്ദമായിരുന്നു. തറയിൽ വീണ ഫോണിലേക്ക് ഞാൻ നോക്കി. ഫ്ലാഷ് ലൈറ്റ് മിന്നി മറയുന്നുണ്ടായിരുന്നു. ആ വെളിച്ചത്തിൽ ഡിസ്പ്ലേയിലെ പുതിയ ഫോട്ടോ തെളിഞ്ഞു വന്നു. ഞാൻ തറയിലേക്ക് കുനിഞ്ഞ് സ്ക്രീനിലേക്ക് സൂക്ഷിച്ചു നോക്കി. അതൊരു സെൽഫി ആയിരുന്നു. എൻ്റെ മുഖത്തിൻ്റെ ഒരു ക്ലോസപ്പ് ചിത്രം. ആ ഫോട്ടോയിൽ എൻ്റെ കണ്ണുകൾ പേടികൊണ്ട് തുറിച്ചു നിൽക്കുകയാണ്. മുഖത്ത് വിയർപ്പുണ്ട്. പക്ഷെ ആ ഫോട്ടോയിൽ ക്യാമറ പിടിച്ചിരിക്കുന്നത് ഞാനല്ല. ക്യാമറയുടെ ആംഗിൾ എൻ്റെ വലതു തോളിന് മുകളിൽ നിന്നാണ്. ഫോട്ടോയിൽ എൻ്റെ വായ മൂടി പിടിച്ചുകൊണ്ട് ഒരു കറുത്ത കൈയുണ്ട്. മെലിഞ്ഞ കൂർത്ത നഖങ്ങളുള്ള ആ കറുത്ത കൈ. അതിൻ്റെ മറ്റേ കൈ കൊണ്ടാണ് ആ ഫോട്ടോ എടുത്തിരിക്കുന്നത്. എൻ്റെ ശ്വാസം തൊണ്ടയിൽ കുരുങ്ങി. അതായത് അത് ആ മുറിക്കുള്ളിലെ ബെഡിലല്ല ഇരിക്കുന്നത്. അതിപ്പോൾ നിൽക്കുന്നത് കോറിഡോറിലാണ്, എൻ്റെ തൊട്ടുപിന്നിൽ, എൻ്റെ ശ്വാസത്തിന് തൊട്ടടുത്ത്. എൻ്റെ തലച്ചോറ് ആ സത്യം തിരിച്ചറിഞ്ഞു. ഞാൻ തിരിഞ്ഞു നോക്കാൻ ശ്രമിച്ചു. ഒരു നിലവിളി എൻ്റെ തൊണ്ടയിൽ നിന്ന് പുറത്തേക്ക് വരാൻ ശ്രമിച്ചു. പക്ഷേ അതിനു മുമ്പ് തന്നെ ഫോട്ടോയിൽ കണ്ടതുപോലെ ഐസ് പോലെയുള്ള ആ കറുത്ത വിരലുകൾ യഥാർത്ഥത്തിൽ എൻ്റെ മുഖത്തേക്ക് വീണു. അതെൻ്റെ വായ വരിഞ്ഞു മുറുകി. ആ കൂർത്ത നഖങ്ങൾ എൻ്റെ കവിളിൽ ആഴ്ന്നിറങ്ങി. ഒരു ശബ്ദം പോലും എനിക്ക് പുറപ്പെടുവിക്കാൻ കഴിഞ്ഞില്ല. ആ ചീഞ്ഞ മുറിയുടെ ഗന്ധം എൻ്റെ ശ്വാസകോശത്തിലേക്ക് ഇരച്ചു കയറി. എനിക്ക് ശ്വാസം മുട്ടി. എൻ്റെ കണ്ണുകളിൽ ഇരുട്ട് കയറാൻ തുടങ്ങി. പെട്ടെന്ന് അമാനുഷികമായ ഒരു ശക്തി എന്നെ പിന്നിലേക്ക് വലിച്ചു. ആ പാതി തുറന്ന വാതിലിലൂടെ എൻ്റെ സ്വന്തം മുറിയുടെ കൂരിരുട്ടിലേക്ക്. ഞാൻ കുതറാൻ ശ്രമിച്ചു. കാലുകൾ ടൈൽസിൽ ഉരഞ്ഞു. ഞാൻ വാതിൽപ്പടിയിൽ പിടിക്കാൻ നോക്കി. എൻ്റെ വിരലുകൾ തെന്നിമാറി. കനത്ത ഇരുട്ടിലേക്ക് ഞാൻ പൂർണ്ണമായും വലിച്ചിഴക്കപ്പെട്ടു. എൻ്റെ കൺമുന്നിൽ വാതിൽ ശക്തിയായി അടഞ്ഞു. ലോക്ക് വീഴുന്ന ശബ്ദം ഞാൻ കേട്ടു. ആരുമിനി ഈ വാതിൽ തുറക്കില്ല. പുറത്ത് കോറിഡോറിലെ തറയിൽ എൻ്റെ ഫോൺ അനങ്ങാതെ കിടപ്പുണ്ടായിരുന്നു. ഫ്ലാഷ് ലൈറ്റ് അണഞ്ഞു. ആ നിശബ്ദതയിൽ ഫോണിൻ്റെ സ്ക്രീൻ അവസാനമായി ഒന്നുകൂടി തെളിഞ്ഞു. പുതിയ നോട്ടിഫിക്കേഷൻ. ബാക്കപ്പ് കംപ്ലീറ്റഡ്. സിംഗിൾ ടു ഓൾ ഷെയർഡ് ഡിവൈസസ്. കുറച്ച് സെക്കൻഡുകൾക്ക് ശേഷം ആ സ്ക്രീൻ പൂർണ്ണമായും കറുപ്പായി മാറി. കോറിഡോർ വീണ്ടും കൂരിരുട്ടിലേക്ക് മടങ്ങി.